الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون وأن هذا صراط الله فاتبعوه لا تسلكوا سبلا تفضي إلى النار وليس لله من شرعين فاعتبروا يا أيها الناس يا أصحاب أبصاري محمد وضح القرآن بينه لم يترك الناس في جهل وأسرار على محجته البيضاء فارقنا الليل عاد كصبح بعد إظهار فأين شرع الهدى من شرع من رسموا هذه الطرائق في سر وإضمار أين الحقيقة ما كانت حقيقتكم غير الخرافات والتضليل والعاري فأعلنوا حربكم أهل الحجاء لنا على الخديعة في عزم وإصرار واستنصروا الله إن الله يحفظكم من مكر ماكرهم أو غدر غدار. വേദിയിലും ഈ മഹത്തായ ദീനി മജ്ലിസിലും വന്നു ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഏതാനും സമയം ദീനിയായ കാര്യങ്ങൾ കേൾക്കാനും പറയാനും മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ സംഗമം ഒരു സാലിഹായ അമലായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.
നമ്മുടെ സർവ്വ പാപങ്ങളും അള്ളാഹു അവന്റെ മഹ്ദായ ഫദ്ല് കൊണ്ട് പൊറുത്ത് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ത്വരീഖത്ത് വഴിയോ വഴികേടോ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. വളരെയേറെ വിശാലവും വിപുലവുമായ ഒരു വിഷയമാണിത്. ഇതിന്റെ ഒരു ഏകദേശ ചിത്രം ശ്രോതാക്കളുടെ മനസ്സിൽ പതിയണമെങ്കിൽ തന്നെ ധാരാളം വിവരണങ്ങൾ ആവശ്യമാണ്. ലോകത്ത് ആഗോളാടിസ്ഥാനത്തിൽ ഇന്ന് ദിനേനയെന്നോണം മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് തരീഖത്ത് പ്രസ്ഥാനങ്ങൾ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അവിടുന്ന് മണലിൽ ഒരു വര വരക്കുകയുണ്ടായി, ഒരു നേരായ വര. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമാ, ഇത് അല്ലാഹുവിന്റെ മാർഗമാണ്, അഥവാ മുസ്തഖീമായ മാർഗമാണ്. ഒരു നേർരേഖ വരച്ച് കാണിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് അല്ലാഹുവിന്റെ മാർഗമാണ്, നേരായ മാർഗമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേർരേഖയുടെ വലതുവശത്തും ഇടതുവശത്തുമായി ധാരാളം വരകൾ വരക്കുകയുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്ന, വളഞ്ഞു പുളഞ്ഞു പോകുന്ന കുറെ വരകൾ. എന്നിട്ട് ആ വരകളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സുബുൽ, ഇതൊക്കെ വേറെ ചില മാർഗങ്ങളാണ്, ഇതൊക്കെ വേറെ ചില വഴികളാണ്. ലൈസ മിൻഹാ സബീലുൻ, ഇതിലെ ഒരു വഴിയിലും ഇല്ല തന്നെ, ഇല്ലാ അലൈഹി ശൈത്താൻ യദ്ഉ ഇലൈഹി, ഈ കാണുന്ന ഓരോ വഴികളുടെയും മുമ്പിൽ, മുഖത്ത് ഓരോ ശൈത്താൻ ഇരിപ്പുണ്ട്, ആ മാർഗത്തിലേക്ക് ജനങ്ങളെ റാഞ്ചിയെടുത്തു കൊണ്ടുപോകാൻ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ട് പിന്നീട് അവിടുന്ന് ഈ ആയത്ത് ഓതുകയാണ് ചെയ്തത്. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ഇതാണ് എന്റെ നേരായ പാത. ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുൽ, മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റി പോകരുത്. മറ്റു വഴികളിലേക്ക് നിങ്ങൾ തെന്നിമാറിപ്പോയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, അല്ലാഹുവിന്റെ നേരായ പാതയിൽ നിന്ന് അത് നിങ്ങളെ വിഘടിപ്പിച്ചു കളയും, തെറ്റിച്ചു കളയും, ഭിന്നിപ്പിച്ചു കളയും. ദാലികും വസ്സാകും ബിഹി, ഇതാ ഇക്കാര്യം കൊണ്ട് നിങ്ങളോട് ശക്തമായി വസിയത്ത് നൽകുകയാണ് ജനങ്ങളെ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായി തന്നെ നിലനിൽക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തഖ്വ നിലനിൽക്കാൻ ആവശ്യമായ നിർദ്ദേശമാണ് ആ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ സിറാത്തുൽ മുസ്തഖീം, നേരായ റൂട്ട്, ആ റൂട്ടിലേക്ക് ശ്രദ്ധയോടുകൂടി മുന്നേറിയാലേ യഥാർത്ഥമായ തഖ്വയിലെത്തി സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന ഏറ്റവും ലളിതമായ പരമാർത്ഥമാണ് ആ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേ മുന്നറിയിപ്പ് നൽകിയല്ലോ, നേർരേഖക്ക് സമാന്തരമായി കൊണ്ട് ചിലരൊക്കെ പാതകൾ ഉണ്ടാക്കും, ചിലരൊക്കെ വഴികൾ ഉണ്ടാക്കും. തരീഖത്ത് വഴിയോ വഴികേടോ എന്നതാണ് നമ്മുടെ വിഷയം. രണ്ടും ശരിയാണ്. വഴിയുമാണ് വഴികേടുമാണ്. എങ്ങനെയാണ് വഴി?
തരീഖത്ത് എന്നതിന്റെ ഭാഷാർത്ഥം നോക്കുകയാണെങ്കിൽ വഴി, മാർഗം എന്നൊക്കെയാണ് ഭാഷാർത്ഥത്തിൽ. അത് വഴി എന്നത് ശരി തന്നെയാണ്. അതേ അവസരത്തിൽ ദീനിയായ നിലക്ക് സാങ്കേതികമായി അതിനെ നമ്മൾ പഠിക്കാനൊരുങ്ങിയാൽ അത് വഴികേടല്ലാതെ മറ്റൊന്നുമല്ല, അത് വഴികേടാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ആ മാർഗങ്ങൾ, ആ വഴികൾ ലോകത്ത് ധാരാളമായി ഉത്ഭവിക്കുകയും പച്ചപിടിച്ച് വളരുകയും ചിലതൊക്കെ നാമാവശേഷമാവുകയും ചിലതൊക്കെ പ്രചാരം നേടി വമ്പിച്ച പ്രചാരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഒരുപാട് മാർഗങ്ങൾ, അതല്ലെങ്കിൽ തരീഖത്തുകൾ ഇന്ന് സൂഫികളുടേതായി നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രശസ്തമായ തരീഖത്തായി അറിയപ്പെടുന്നത് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന ഖാദിരിയ തരീഖത്താണ്. രണ്ടാമത്തത് അഹ്മദുൽ കബീർ റിഫായിയിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന റിഫായി തരീഖത്താണ്. മറ്റൊന്ന് ഷാദുലി തരീഖത്താണ്. വേറൊന്ന് അഹ്മദിയ തരീഖത്താണ്. അതുപോലെ തന്നെ അക്ബരിയ തരീഖത്താണ്, സുഹ്റവർദിയ തരീഖത്താണ്, നഖ്ശബന്ദി തരീഖത്താണ്. അങ്ങനെ ധാരാളക്കണക്കിന് തരീഖത്തുകൾ പല രാജ്യങ്ങളിലായി പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇറാഖിൽ വലിയ പ്രചാരമുള്ള തരീഖത്തുകളുണ്ട്. അതുപോലെ തന്നെ ഈജിപ്തിലാണ് ഏതാണ്ട് എല്ലാ തരീഖത്തുകളും, നൂറുകണക്കിന് ആയിരക്കണക്കിന് എന്ന് വേണമെങ്കിൽ തരീഖത്തുകളും തരീഖത്തുകൾക്ക് ശാഖകളും അതിന് ഉപശാഖകളുമായി കൊണ്ട് പൊട്ടിപ്പിരിഞ്ഞ് ധാരാളം തരീഖത്തുകളുടെ ഏറ്റവും വലിയ ഈറ്റില്ലമായി പടർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈജിപ്ഷ്യൻ രാജ്യങ്ങൾ. അതുപോലെ തന്നെ ആ ഈജിപ്തിൽ നിന്ന് ഏതാണ്ട് കേരളത്തിലേക്ക്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും ഇറക്കുമതി ചെയ്യപ്പെട്ട ഒട്ടേറെ തരീഖത്തുകളുണ്ട്. ഹൈദരാബാദിൽ നിന്ന് കേരളത്തിൽ വളരെ നേരത്തെ തന്നെ എത്തിയ തരീഖത്താണ് നൂരിഷാ തരീഖത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരവകാശപ്പെടുന്നത് ഖാദിരിയ തരീഖത്തിന്റെ തുടർച്ചക്കാരനായ ഹൈദരാബാദിലെ നൂരിഷാ തങ്ങളാണ് ഞങ്ങളുടെ ഷെയ്ഖ് എന്നാണ്. ആ ഷെയ്ഖിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഖലീഫയായി, അങ്ങനെ ഖലീഫമാർ കേരളത്തിലും പല സ്ഥലങ്ങളിലുമൊക്കെയായി സിൽസില നൂരിയ എന്ന പേരിൽ തരീഖത്തിന്റെ ശാഖകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ശംസിയ തരീഖത്തുകാർ നമ്മുടെ കേരളത്തിൽ ലക്ഷദ്വീപിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ടതായി നിലവിലുണ്ട്. അതുപോലെ തന്നെ ആലുംതറ തരീഖത്ത് എന്ന പേരിലും, അതുപോലെ തന്നെ ഒരു ഷെയ്ഖ് കിണറ്റിൽ താമസിക്കുന്ന ഒരു ഷെയ്ഖുണ്ട് വേങ്ങാട് തവള ഷെയ്ഖ് എന്ന് വിളിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ വേങ്ങാട്ട തരീഖത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തരീഖത്ത്. ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈജിപ്തിൽ നിന്ന് ഒരാൾ കൊണ്ടുവന്ന് കേരളത്തിൽ ഇപ്പോൾ വിത്ത് നട്ട് അത് പടർത്തിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഖ് മുഖ്താർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മുഖ്താർ എഞ്ചിനീയറുടെ, ഒരു ക്ലീൻ ഷേവ് ഷെയ്ഖിന്റെ, അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഖിന്റെ, ഷെയ്ഖ് മുഖ്താറിന്റെ എന്ന പേരിൽ അറിയപ്പെടുന്ന ദസൂഖിയ തരീഖത്ത് എന്നും ബുർഹാനിയ തരീഖത്ത് എന്നും ബുർഹാമിയ തരീഖത്ത് എന്നുമൊക്കെയുള്ള പല പേരുകളിൽ കേരളത്തിൽ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഒരുപാട് കാലം ജയിലിൽ അധിവസിച്ചതിന്റെ ശേഷം, ജയിലിൽ അടക്കപ്പെട്ടതിന്റെ ശേഷം, ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഒരു മാന്യദേഹം ഇപ്പോൾ ആ തരീഖത്തിന്റെ പ്രചാരകനും പ്രബോധകനുമായി കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഊരുചുറ്റിക്കൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കുക, വളരെയേറെ ഗൗരവമായ ഒരു വിഷയമാണ് തരീഖത്തിന്റെ വിഷയം. നാം ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകും ഇതൊരു കേവല ബിദഈ സംഘടന മാത്രമായിരിക്കും എന്ന്, ഒരു ബിദഅത്ത് മാത്രമായിരിക്കും എന്നൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാകും. അതിനേക്കാൾ അപ്പുറമാണ് സഹോദരങ്ങളെ. അടിസ്ഥാനപരമായി തന്നെ ഇസ്ലാമിന് സമാന്തരമായി ഉത്ഭവിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള, അതല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സമാന്തര മതം തന്നെയാണ് തരീഖത്തുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായി തന്നെ പറയാവുന്നതാണ്. തരീഖത്തുകളെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള ആധുനികരും പൂർവീകരുമായ പണ്ഡിതന്മാർ വസ്തുനിഷ്ഠമായി വളച്ചുകെട്ടില്ലാതെ ഈ യാഥാർത്ഥ്യം അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇത് ഇത്രമാത്രം വലിയ ഗുരുതരമായ സംഗതിയായത്. നാം ആലോചിച്ചു നോക്കൂ, എത്ര ആളുകളാണ് അതിൽ പെട്ടുപോകുന്നത്. ഈ തരീഖത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ചെറുപ്പക്കാർ അവര് പറയാണ്, എന്തോ ഇതുവരെ ഞങ്ങൾ പല ക്ലാസ്സുകളിലും പങ്കെടുത്തിട്ടുണ്ട്,
പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട്, പലതും ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തോ ഞങ്ങൾക്കൊരു വല്ലാത്ത അനുഭൂതി തോന്നുന്നു. ഇതിലേക്ക് ചേർന്നതിന്റെ ശേഷം മനസ്സിന് വലിയ ഒരു ആനന്ദം തോന്നുന്നു. ഞങ്ങളിപ്പോൾ വലിയ ലദ്ദത്ത് അനുഭവിക്കുന്നു. ഞങ്ങളിപ്പോൾ നമസ്കരിക്കുമ്പോൾ ഒരു മുനാജാത്ത് ഇപ്പോൾ ഞങ്ങൾ ആസ്വദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് സ്വകാര്യമായി ചൊല്ലിപ്പഠിപ്പിക്കുന്ന ചില പ്രത്യേക അറബി പദങ്ങൾ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേട്ടു നിൽക്കുന്നവർ വാപൊളിച്ചു നിന്നു പോകുന്നു. ഓഹോ, ഈ തരീക്കത്തിലേക്ക് പോയപ്പോഴേക്ക് ഇയാൾ എന്തൊക്കെ പദങ്ങളായി പറയുന്നത്, നമുക്കൊന്നും കേട്ടുകേൾവിയില്ലാത്ത മുശാഹദയും മുറാഖബയും ഖൽവത്തും മുജാഹദയും അതുപോലെ തന്നെ എമ്പാടും കശ്ഫും ഇൽഹാമും കറാമത്തുകളും അങ്ങനെ ഒട്ടേറെ സംഗതികൾ നാവിൽ നിന്ന് തുരുതുരാ വരുന്നു. ഇത് ഉരുവിടുന്ന സഹോദരനോട് ചോദിക്കൂ, എന്താ സഹോദരാ നിങ്ങൾ ഈ പറഞ്ഞ മുശാഹദ? എന്താണ് നിങ്ങൾ ഈ ഉരുവിട്ട മുജാഹദ? എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ കശ്ഫ്? അത് ഞങ്ങളുടെ ശൈഖിനോട് ചോദിക്കണം. അത് നിങ്ങൾക്കറിയില്ലേ? ഇല്ല. പിന്നെ അതറിയാൻ എന്താ മാർഗം? വല്ല സീഡിയും കിട്ടുമോ? വല്ല ലേഖനത്തിലും വായിച്ച് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളും ഞങ്ങളുടെ സ്വകാര്യ ക്ലാസ്സിലേക്ക് വരൂ. ഞങ്ങളുടെ ശൈഖിനെ കാണുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്കൊരു ആത്മീയ ലഹരി ഉണ്ടാകും. അദ്ദേഹത്തിന്റെ അടുക്കൽ അല്പനേരം ഇരിക്കുമ്പോഴേക്ക് തന്നെ നിങ്ങൾ മറ്റ് ക്ലാസ്സുകളിലും ലേണിങ്ങിനൊന്നും പോയിട്ട് കാര്യമില്ല. ഒരു പ്രത്യേകമായ ഒരു ആനന്ദ ലഹരി, ഒരു ആത്മീയമായ അനുഭൂതി നിങ്ങൾക്കുണ്ടാകും. വരൂ, കാണൂ, ഞങ്ങളുടെ ശൈഖിനെ ബൈഅത്ത് ചെയ്യൂ. ഓരോ തരീഖത്തുകാരും പൈശാചികത ഉള്ളിൽ നിറച്ചു വെച്ചുകൊണ്ട് പാവങ്ങളായ മനുഷ്യന്മാരുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വാചകങ്ങളുടെ സാമ്പിളുകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ ഈ കേൾപ്പിച്ചത്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തഖ്വയുണ്ടാക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അതല്ലെങ്കിൽ പ്രത്യേകമായ ആത്മീയമായ ആധ്യാത്മികമായ പ്രസ്ഥാനമെന്നറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള തരീഖത്തുകൾ ഇവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എന്തേ ഇവരുടെ യഥാർത്ഥത്തിലുള്ള മുഖം ഇവർ ജനങ്ങളോട് പറയാത്തത്? അത് ക്ലാസ്സുകളിൽ പറയില്ല. നിങ്ങൾ അവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കേട്ടാൽ അവർ പറയും, ഇതൊക്കെ മൗലവിമാര് വെറുതെ പറയാം, ഞങ്ങളുടെ ക്ലാസ്സിൽ ഇതൊന്നും പറയുന്നില്ലല്ലോ. പറയില്ല. ഹിഡൻ അജണ്ട എന്ന് നേരത്തെ പറഞ്ഞില്ലേ? ചില ഹിഡൻ അജണ്ടകൾ അവരുടെ ശൈഖുമാർക്കുണ്ട്. അതവര് പറയില്ല. അതവരുടെ പ്രത്യേകമായ അവസ്ഥയോളം എത്തി സമ്പൂർണമായി വിശ്വസിക്കപ്പെടുന്ന മുരീദുമാരുടെ മുമ്പിൽ മാത്രമേ ആ പരമരഹസ്യങ്ങൾ, ആധ്യാത്മിക രഹസ്യങ്ങൾ എന്നാണ് അവരതിന് പറയുന്നത്, അതൊക്കെ അവർ പുറത്തേക്ക് ഇടുകയുള്ളൂ. അപ്പോഴേക്ക് ഈ മുരീദ് ഏകദേശം എന്തും ഏറ്റെടുക്കാൻ കഴിയാവുന്ന നിലക്കുള്ള ഒരു കറവ പശുവായി മാറിയിട്ടുണ്ടാകും. എന്തും പറഞ്ഞാൽ സ്വീകരിക്കാവുന്ന ഒരു അടിമത്തത്തിലേക്ക് അയാൾ എത്തിയിട്ടുണ്ടാകും. ആ സമയത്ത് മുരീദിന്റെ മുമ്പിൽ ശൈഖ് പലപ്പോഴും ഈ ആധ്യാത്മിക ഭണ്ഡാരങ്ങളുടെ ആ പ്രത്യേകമായ മണിച്ചെപ്പ് എന്നൊക്കെ അവർ പറയാവുന്ന ചെപ്പ് തുറക്കുക. വാസ്തവത്തിൽ സഹോദരന്മാരെ, നാം നന്നായി പഠിക്കേണ്ടതുണ്ട്. എന്തേ ഇവർക്ക് ഇങ്ങനെ? ഇവരെല്ലാ ശൈഖുമാരെയും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഇവരൊക്കെ ആദ്യം തന്നെ ഒരു വിശുദ്ധി അവകാശപ്പെട്ടിട്ടാണ് ആദ്യം രംഗത്ത് വരിക. ഇവരാദ്യം തന്നെ അവകാശപ്പെടും, ഞങ്ങൾ വിശുദ്ധരാണ്. എങ്ങനെ വിശുദ്ധരാണ്? അവരുടെ പരമ്പര ആദ്യം ഉണ്ടാക്കും. ഏത് ശൈഖിനും ഉണ്ടാകും ഒരു പരമ്പര. ഏതെങ്കിലും ശൈഖിനെ പറ്റി പറയുമ്പോൾ പറയും, അത് മുഹീദ്ദീൻ ശൈഖിന്റെ 21ാമത്തെ പേരക്കുട്ടിയാണ്, അല്ലെങ്കിൽ മുഹീദ്ദീൻ ശൈഖിന്റെ 46ാമത്തെ പേരക്കുട്ടിയാണ്, അല്ലെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ 836ാമത്തെ പേരമകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിൽസില ഉണ്ടാക്കിയിട്ട്, ഒരു പരമ്പരയുണ്ടാക്കിയിട്ട്, എന്റെ ശൈഖ് ഇന്നയാള്, ശൈഖിന്റെ ശൈഖ് ഇന്നയാള്, ആ ശൈഖിന്റെ ശൈഖ് ഇന്നയാള് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്തുന്ന ഒരു പരമ്പരയുണ്ടാക്കും. എന്തിനാ അങ്ങനെ ഉണ്ടാക്കുന്നത് എന്നറിയാമോ? തരീഖത്തുകാരോട് ചോദിച്ചു നോക്കൂ, തരീഖത്തിലെ മെമ്പർമാരോട് ചോദിച്ചു നോക്കൂ. അവർ ചില പുതുവിവരങ്ങൾ പറയുന്നത് കേൾക്കാം. ഖുർആനിൽ നമ്മൾ ഇന്നുവരെ ഓതിയ സൂറത്തുകൾക്ക് നമ്മൾ ആരും ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത തഫ്സീറുകൾ അവര് പറയുന്നത് കേൾക്കാം. വിശുദ്ധ ഖുർആനിലെ അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നറിയപ്പെടുന്ന അലിഫ് ലാം മീം പോലെയുള്ള വിശുദ്ധ ഖുർആനിലെ ധാരാളം സൂറത്തുകളുടെ പ്രാരംഭത്തിൽ കാണുന്ന അത്തരത്തിലുള്ള അക്ഷരങ്ങൾ ഉണ്ടല്ലോ, അവയ്ക്ക് പോലും തരീഖത്തിൽ ചേർന്ന ആളുകൾ വ്യാഖ്യാനം പറയും. നിങ്ങൾക്ക് എവിടെ നിന്നാ ഇതൊക്കെ കിട്ടിയത് എന്ന് ചോദിച്ചാൽ, ഇതൊന്നും ഞങ്ങൾ ഇതുവരെ പഠിച്ച തഫ്സീറിൽ കണ്ടില്ലല്ലോ, ഇതൊന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ കാണുന്നില്ലല്ലോ, ഇതൊന്നും പൂർവീകരായ പണ്ഡിത മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്നില്ലല്ലോ, ഉത്തമ നൂറ്റാണ്ടുകളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഏറ്റവും മുന്തിയ നൂറ്റാണ്ടുകളിലൊന്നും ഇതാരും വിശ്വസിച്ചതായി കാണുന്നില്ലല്ലോ, നിങ്ങൾക്കിതെവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അവര് പറയുന്ന മറുപടിയാണ്,
തരീഖത്തിലെ വിജ്ഞാനം എന്ന് പറയുന്നത് അത് ശരീഅത്തിലെ വിജ്ഞാനം പോലെയല്ല. ശരീഅത്തിലെ വിജ്ഞാനങ്ങളാണ് നിങ്ങൾക്ക് ഖുർആനും ഹദീസും ഒക്കെ ബാഹ്യമായിട്ട് മനസ്സിലാകുന്നത്. ഈ ഖുർആനിന് തന്നെയും രണ്ട് പുറമുണ്ട്, ഹദീസുകൾക്ക് തന്നെയും രണ്ട് പുറമുണ്ട് പോലും. അതൊക്കെ ഇവരുടെ ചില സാങ്കേതിക പ്രയോഗങ്ങളാണ്. ഖുർആനിന് ലാഹിറുമുണ്ട് പോലും ബാത്തിനുമുണ്ട് പോലും. ലാഹിറായിട്ട് മനസ്സിലാകുന്ന ചില ആശയങ്ങളുണ്ട്, അതേ കിതാബുകളിൽ കാണൂ, അതേ ഹദീസുകളിൽ കാണൂ. അതുള്ളൂ ശരീഅത്തിന്റെ ആലിമീങ്ങൾക്കൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതേ അവസരത്തിൽ വിശുദ്ധ ഖുർആനിന് തന്നെ ബാത്തിനായ ചില അർത്ഥങ്ങളുമുണ്ട്, അഥവാ ആന്തരിക രഹസ്യങ്ങൾ എന്നാ അവര് പറയാ. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് ആന്തരിക രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യം എവിടുന്നാ കിട്ടുക, അത് എവിടുന്നാ മനസ്സിലാവാന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ ശൈഖിന് കിട്ടി. ശൈഖിന് എവിടെ നിന്ന് കിട്ടി? ശൈഖിന്റെ ഉസ്താദിൽ നിന്ന് കിട്ടി. അയാൾക്ക് എവിടെ നിന്ന് കിട്ടി? അങ്ങനെ പരമ്പര പറഞ്ഞ് അവസാനം ജുനൈദുൽ ബഗ്ദാദിക്ക് കിട്ടി. ജുനൈദുൽ ബഗ്ദാദിക്ക് എവിടെ നിന്ന് കിട്ടി? അയാൾക്ക് കിട്ടിയത് സിരിയുസ് സിഖ്തിയിൽ നിന്നാണ്. അയാൾക്ക് കിട്ടിയത് മഅറൂഫുൽ കർഖിയിൽ നിന്നാണ്. അയാൾക്ക് കിട്ടിയത് ദാവൂദ് ത്വായിയിൽ നിന്നാണ്. അയാൾക്ക് കിട്ടിയത് ഹബീബുല്ല ജമീയിൽ നിന്ന്. അയാൾ ഹസൻ ബസരിയിൽ നിന്ന് കേട്ടു. ഹസൻ ബസരിക്ക് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന് ഇത് എവിടുന്നാ കിട്ടിയത്? അവിടെയാണ് വിഷയം, അവിടെയാണ് മർമ്മം. അല്ലാഹുവിന്റെ റസൂല് ധാരാളം ഇൽമുകൾ അലി റളിയല്ലാഹു തആല അൻഹുവിന് സ്വകാര്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, തരീഖത്തിൽ കുടുങ്ങിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കവരെ ബോധ്യപ്പെടുത്തേണ്ടത് ഇത് ഇസ്ലാമല്ല, ഇസ്ലാമിന് സമാന്തരമായി നിർമ്മിക്കപ്പെട്ട മറ്റൊരു പാതയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഒരപരാധം പറഞ്ഞുകൊണ്ടാണ് ഈ തരീഖത്തുകാർ ആധാരം നിർമ്മിച്ചിട്ടുള്ളത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിന് ധാരാളം ഇൽമുകൾ അങ്ങ് സ്വകാര്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മരുമകനെ വിളിച്ചുകൊണ്ട് സ്വകാര്യമായി അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഏറ്റവും റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു ഒഴികെയുള്ള ഒരൊറ്റ സഹാബത്തിനും പഠിപ്പിച്ചു കൊടുക്കാതെ സ്വന്തം മകളുടെ ഭർത്താവ് എന്ന നിലക്ക് അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് സ്വകാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ഇൽമുകൾ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഇൽമ് അലിയാർക്കാ കിട്ടിയിട്ടുള്ളൂ. ആ ഇൽമാണ് തരീഖത്തിന്റെ ഇൽമ്. ആ കിട്ടിയ ഇൽമ് അലി റളിയല്ലാഹു അൻഹു ഹസൻ ബസരിക്ക് കൈമാറിയതാണ്. ഹസൻ ബസരി പിന്നീട് അടുത്തയാൾക്ക് കൈമാറിയതാണ്. അങ്ങനെ ഞങ്ങളുടെ ശൈഖിലെത്തിയതാണ്. അതുകൊണ്ട് അപ്പറയുന്ന ഇൽമൊന്നും നിങ്ങളുടെ ബുഖാരിയിൽ കാണില്ല, മുസ്ലിമിൽ കാണില്ല, അബൂദാവൂദിലോ തിർമിദിയിലോ നസായിലോ ഇബ്നു മാജയിലോ കാണില്ല, തഫ്സീർ തബരിയിൽ കാണില്ല, ഇബ്നു കസീറിൽ കാണില്ല. അതുപോലെ തന്നെ ശരീഅത്തിന്റെ ആലിമീങ്ങൾക്കൊന്നും അത് മനസ്സിലാവില്ല. അതുകൊണ്ട് സ്വകാര്യമായ ചില ഇൽമുകളുണ്ട്. ആ ഇൽമുകൾ ഇവരാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു നിർമ്മിതമായ ഹദീസും ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലും അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അന മദീനത്തുൽ ഇൽമി, ഞാൻ അറിവിന്റെ പട്ടണമാണ്. വ അലിയുൻ ബാബുഹാ, ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. ആ അടിസ്ഥാനത്തിൽ ഒരു നിർമ്മിതമായ ഹദീസും ഉണ്ടാക്കി. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഏറ്റവും വലിയ ആരോപണം പറഞ്ഞുകൊണ്ടാണ് തരീഖത്തുകാരൻ അവന്റെ ഇൽമിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. യാ അയ്യുഹർ റസൂൽ, ഓ റസൂലേ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക, താങ്കളുടെ റബ്ബിങ്കൽ നിന്ന് അവതീർണമായിട്ടുള്ളത് താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ. വഇല്ലം തഫ്അൽ, താങ്കൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഫമാ ബല്ലഗ്ത റിസാലതഹു,
അള്ളാന്റെ സന്ദേശത്തെ നിങ്ങൾ എത്തിച്ചു കൊടുത്തവനാവില്ല. അതുകൊണ്ട് അള്ളാഹ് ഏൽപ്പിച്ചത് മുഴുവനും നിങ്ങൾ ജനങ്ങളോട് പറയണേ. ആരെയും നിങ്ങൾ ഭയപ്പെടരുത് അക്കാര്യത്തിൽ. അല്ലാഹു യഅ്സിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹ് താങ്കളെ കാത്തുകൊള്ളും. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്നത് വിശ്വസിക്കുന്നവരല്ലേ മുസ്ലിമീങ്ങൾ? തരീഖത്തുകാരോട് ചോദിക്കട്ടെ, അവരൊന്ന് വളരെ നിഷ്പക്ഷമായി ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂല് ഈ സമുദായത്തിന് പഠിപ്പിക്കേണ്ടുന്ന ആധ്യാത്മികമായ ജ്ഞാനങ്ങൾ, ആത്മീയമായ രഹസ്യങ്ങൾ, മനുഷ്യനെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യനെ നരകത്തിയിൽ നിന്ന് അകറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ അത്തരം ചില വിവരങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മൂടിവെച്ചിട്ട് സ്വന്തം മരുമകനായ മകളുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവിന് മാത്രം പറഞ്ഞു കൊടുത്തു എന്ന് വന്നാൽ അതിനേക്കാൾ വലിയ കുഫർ എന്താ ഉള്ളത്? അത് വിശ്വസിച്ചാൽ ഒരു മുസ്ലിമിന് മുസ്ലിമായി തുടരാൻ കഴിയുമോ? അള്ളാഹുവിന്റെ റസൂല് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ വഞ്ചന കാണിച്ചു. ജനത്തിന്റെ ഉന്നമനത്തിന് ആവശ്യമായ പല കാര്യങ്ങളും ചിലർക്ക് മാത്രം സ്വകാര്യമായി പറഞ്ഞു കൊടുത്തു എന്ന് വന്നാൽ അത് ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന വിശ്വാസമല്ലേ? ഇതാണ് ത്വരീഖത്തുകാരന്റെ വിജ്ഞാനത്തിന്റെ ആധാരം തന്നെ അടിവേര് പിഴച്ചതാണെന്ന് പറയാൻ കാരണം. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി മാത്രമല്ല, നമ്മൾ ഈ ഇസ്ലാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ലോക മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് ഇസ്ലാം പഠിക്കുന്നത്? ഇസ്ലാം പഠിക്കാൻ നമുക്ക് 4 മൂല സ്രോതസ്സുകളാണുള്ളത്. ഒന്ന് അള്ളാന്റെ കിതാബാണ്, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസാണ്, മറ്റൊന്ന് സ്ഥിരപ്പെട്ട ഇജ്മാഅ് ആണ്, അതുപോലെ തന്നെ 4-മത്തത് സുവ്യക്തമായ ഖിയാസാണ്. ഈ 4 മാർഗങ്ങളിലൂടെയാണ് ഇസ്ലാം ഇവിടെ സ്ഥിരപ്പെട്ട് നിൽക്കുന്നത്. എന്നാൽ തരീഖത്തുകാർക്ക് ഇതുപോരാ. അവർ ഈ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേറെ ചില സ്രോതസ്സുകൾ അവർക്കുണ്ട്. അതിനവർ പറയുന്ന പേരാണ് ഇൽഹാമുകൾ, അതുപോലെ തന്നെ കശ്ഫുകൾ, ശൈഖിനുണ്ടാകുന്ന വെളിപാടുകൾ, ആത്മീയ വെളിപാടുകൾ, അതുപോലെ തന്നെ ശൈഖ് കാണുന്ന മനാമുകൾ, സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെ അവർ സ്വപ്നത്തിലും കാണുന്നുണ്ട്. എന്നിട്ട് നബി അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണർച്ചയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തരീഖത്തിന്റെ ശൈഖുമാര് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്മാരോട് അവർ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. തന്നെയുമല്ല, അവരുടെ വിശ്വാസം അവർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നും ജീവിച്ചിരിക്കുകയാണ് ഖിദ്ർ അലൈഹിസ്സലാം. ഖിദ്ർ നബി അലൈഹിസ്സലാമിൽ നിന്ന് നേരിട്ടവർ ഇപ്പോഴും ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട്. മാത്രമല്ല, അശരീരിയുടെ ശബ്ദങ്ങളും ആരാ പറയുന്നതെന്ന് കേൾക്കുന്നില്ല, ഒരു വിളിയാളം വരുന്നുണ്ട്. അങ്ങനെയുള്ള അശരീരിയും അവർക്ക് പ്രമാണമാണ്. തീർന്നില്ല, തരീഖത്തിന്റെ മശായിഖുമാര് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് അപ്പോഴുള്ള കാര്യങ്ങൾ വരെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാകില്ല. ശരീഅത്തിന്റെ ഉലമാക്കളെ, നിങ്ങളൊക്കെ ഇസ്ലാമിന്റെ പുറന്തോട് മാത്രം മനസ്സിലാക്കിയവരാണ്. ഞങ്ങളോ അതിന്റെ ആത്മീയമായ, അതിന്റെ അകക്കാമ്പ് ആസ്വദിച്ച ജനങ്ങളാണ്. അത് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ഈ ശരീഅത്തിൽ നിന്നാ പോരാ, തരീഖത്തിന്റെ ക്ലാസ്സിലേക്ക് വരൂ എന്ന് പറയുന്നില്ലേ? അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട മശായിഖുമാർക്ക് ഇടയ്ക്കിടെ മേറാജ് ഉണ്ടാകുന്നുണ്ട് പോലും. ആത്മീയമായി അവരുടെ റൂഹുകൾ ഇടയ്ക്ക് ഇങ്ങനെ മേറാജിന് പോകും. അവിടെ അമ്പിയാക്കന്മാരെ കാണുന്നു, അവരിൽ നിന്ന് മെസ്സേജുകൾ സ്വീകരിക്കുന്നു. ഈ നിലക്ക് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്ന ഇസ്ലാമിന്റെ മൂലസ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ചില സ്രോതസ്സുകൾ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിലൂടെയാണ് അവരുടെ ആശയങ്ങൾ അവരുണ്ടാക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് വിശുദ്ധ ഖുർആനിന് പുതിയ തഫ്സീർ കിട്ടുന്നത്. അങ്ങനെയാണ് അവര് അലിഫ് ലാം മീം, അതുപോലെ തന്നെ അലിഫ് ലാം മീം റാ, ഇതിനൊക്കെ തരീഖത്തുകാര് അർത്ഥം വെക്കുന്നത്. അങ്ങനെ അവർക്ക് നേരിട്ട് ഇങ്ങനെ അള്ളാന്റെ അടുക്കന്ന് കിട്ടുന്ന ഇൽമിലൂടെയാണ്. അങ്ങനെ അവർക്ക് കിട്ടുന്ന ഇൽമുകളിലൂടെ അവർ ഈ സമൂഹത്തിൽ ഒരുപാട് വിദഅത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ചില ഇൽമുകളുടെ വെളിച്ചത്തിൽ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒന്ന് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്താ പറയുന്നതെന്നറിയോ? അവര് സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന കുറെ വിദഅത്തുകളുണ്ട്. ആ വിദഅത്തുകളൊക്കെ എവിടെയാ ഹദീസ് ഉള്ളത്? എവിടുന്നാ നിങ്ങൾക്ക് ഇത് കിട്ടിയത് എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് അതൊക്കെ സ്വപ്നത്തിലൂടെ അവർക്കുണ്ടാകുന്ന വെളിപാടുകളിലൂടെയൊക്കെയാണ്. നിങ്ങൾ നോക്കൂ, ഒരു ഉദാഹരണം.
ഒരിക്കൽ മരണപ്പെട്ട ആളുകൾ അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എന്തോ സാധനങ്ങൾ പെറുക്കി കൂട്ടുന്നതായി ഒരാൾ സ്വപ്നം കണ്ടു. കേട്ടോ, തരീഖത്തുകാർ പ്രചരിപ്പിക്കുന്നതാണ്. മരണപ്പെട്ട ഒരാൾ സ്വപ്നം കാണണം. മരണപ്പെട്ടവര് അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എന്തോ സാധനങ്ങൾ പെറുക്കി കൂട്ടുന്നതായി ഒരാൾ സ്വപ്നം കണ്ടു. കൂട്ടത്തിൽ ഒരാൾ അതിലൊന്നും പങ്കെടുക്കാതെ സ്വസ്ഥമായി ഇരിക്കുന്നു. ഒരാൾ പെറുക്കാനൊന്നും പോകണില്ല, അയാൾ സ്വസ്ഥമായിട്ട് ഇരിക്കാനല്ല സമാധാനത്തിൽ. അയാളെ സമീപിച്ചിട്ട് ഈ സ്വപ്നം കണ്ട ആൾ അന്വേഷിച്ചു, ഇവരൊക്കെ എന്താ പെറുക്കി കൂട്ടുന്നത്? അപ്പൊ അയാൾ പറഞ്ഞ്, മരിച്ചുപോയവർക്ക് വേണ്ടി അവരുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ ഹദിയയായി ഓതി അയച്ച ഖുർആനും ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണെന്ന് അയാൾ വിവരിച്ചു കൊടുത്തു. അപ്പൊ സ്വപ്നം കണ്ട ആൾ വീണ്ടും അന്വേഷിച്ചു, എങ്കിൽ നിങ്ങളെന്താ ഒന്നും പെറുക്കാത്തത്? നിങ്ങളെന്താ ഒന്നും പെറുക്കിയെടുക്കാത്തത്? അപ്പൊ അയാൾ പറഞ്ഞു, മറ്റൊന്നുമല്ല, എനിക്ക് വേണ്ടി എന്റെ മകൻ ഓരോ ദിവസവും ഓരോ ഖത്തം ഓതി ഹദിയയായി അയച്ചു തരുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിങ്ങനെ പെറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അയാൾ പറഞ്ഞു. അപ്പൊ ഇയാൾ പിന്നെയും അയാൾ പറഞ്ഞു തുടർന്നിട്ട്, എന്റെ ആ മകൻ, എനിക്ക് ഹദിയ അയക്കുന്ന മകനാരാ? എന്റെ ആ മകൻ ഇന്ന് അങ്ങാടിയിൽ മധുരപലഹാര കച്ചവടം നടത്തുകയാണ്. തുടർന്ന് നേരം പുലർന്നപ്പോൾ സ്വപ്നം കണ്ടയാള് പ്രസ്തുത അങ്ങാടിയിൽ ചെല്ലുകയും പ്രസ്തുത യുവാവിനെ കാണുകയും ചെയ്തു. കച്ചവടത്തിനിടയിലും അയാൾ ചുണ്ടുകൾ സദാ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് താൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ യുവാവ് പറഞ്ഞു, പിതാവിന് ഹദിയ ചെയ്യാൻ വേണ്ടി ഞാൻ കത്തം ഓതിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, കുറെ കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും അതേ സ്വപ്നം തന്നെ അദ്ദേഹം കണ്ടു. പക്ഷേ ഇക്കുറി ആദ്യ സ്വപ്നത്തിൽ സ്വസ്ഥമായിരിക്കുകയായിരുന്ന ആളും പെറുക്കിക്കൂട്ടുക തന്നെയാണ് കാണുന്നത്. ആദ്യം വെറുതെ ഇരുന്ന് ഈ നാളും ഇപ്പൊ പെറുക്കിക്കൂട്ടുന്നുണ്ട്. അപ്പൊ എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോ അയാൾ പറഞ്ഞു, ആ യുവാവ് മരിച്ചുപോയി, അതുകൊണ്ടാണ് യുവാവിന്റെ പിതാവിനും ഇപ്പൊ പെറുക്കിക്കൂട്ടേണ്ട ഗതികേടുണ്ടായത്. നിങ്ങൾ നോക്കൂ, ധാരാളം കഥകളുണ്ട്. സമയദൈർഘ്യം ഭയന്നിട്ട് ഞാൻ അതിലേക്ക് ഉദ്ധരിക്കുന്നില്ല. ധാരാളം കഥകൾ ഇതുപോലെയുണ്ട്. എന്താ ഇപ്പൊ ഇതുകൊണ്ട് സ്ഥാപിച്ചത്? മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് അതിന്റെ ഹദിയ അവർക്ക് വേണ്ടി പാർസലാക്കിയാൽ, അതല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്താൽ അതവർക്ക് അപ്പോൾ തന്നെ ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതിനെവിടെയാ ഹദീസ് എന്ന് ചോദിച്ചാൽ, അതിന് ഹദീസൊന്നും നിങ്ങളെ കിതാബിലൊന്നും കാണൂല. പിന്നെ എവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയത്? അത് ഞങ്ങളെ ശൈഖിന് വെളിപാടുണ്ടായി, ഞങ്ങളെ ശൈഖ് കണ്ടതാണ്, ഞങ്ങളെ ശൈഖിനോട് അത് കൃത്യമായിട്ട് അറിയിക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ തെറ്റൊന്നും സംഭവിക്കില്ല. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതൊക്കെ മനസ്സിലാകാൻ ഒരു ആത്മീയ അനുഭൂതി നുകരേണ്ടതുണ്ട്. അതിന് വരൂ, തരീഖത്തിന്റെ ക്ലാസ്സിലേക്ക് ചേരൂ, ഞങ്ങളുടെ തരീഖത്തിൽ ഞങ്ങളുടെ ശൈഖിൽ വന്ന് ബയ്യത്ത് ചെയ്യൂ, ഇതേ മറുപടി പറയൂ. ഇങ്ങനെ ഇസ്ലാമിന് നിരക്കാത്ത, ഇസ്ലാമിലില്ലാത്ത കുറെ ഇസ്ലാമിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ ഇബാദത്തുകൾക്ക് സ്രോതസ്സുകളായി കാണുന്നത് സ്വപ്നങ്ങളാണ്. അതുപോലെ തന്നെ ആത്മീയ വെളിപാടുകളാണ്. മാത്രമല്ല, ഇസ്ലാമികമായിട്ട് ഒരാൾ സ്വപ്നം കണ്ട എന്താ ഇതിന്റെ പ്രമാണം? സ്വപ്നം ഇസ്ലാമിൽ തെളിവാണോ? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അമ്പിയാക്കന്മാരുടെ സ്വപ്നം അത് വഹിയാണ്, മറ്റുള്ളവരുടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. കാരണം വഹിയിൽ ഒരിക്കലും ഒരു പിഴവും സംഭവിക്കുന്നതല്ല. കാരണം അമ്പിയാക്കൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ട്. അതേ അവസരത്തിൽ അമ്പിയാക്കൾ അല്ലാത്തവർ കാണുന്ന സ്വപ്നങ്ങളോ അതിൽ ശൈത്താൻ പങ്കെടുക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് അമ്പിയാക്കളല്ലാത്തവർ കണ്ട സ്വപ്നത്തിനൊന്നും ഒരു വിലയില്ല, അതിനൊന്നും ഒരു പ്രത്യേകമായ സുരക്ഷിതത്വമില്ല. പക്ഷേ ഇവരെന്ത് ചെയ്തു എന്നറിയോ? ഈ തരീഖത്തിന്റെ നിയമമനുസരിച്ച് അവരാദ്യം തന്നെ ഒരു നിയമം രചിച്ചുണ്ടാക്കി. അതെന്താ? അമ്പിയാക്കൾക്ക് ഇസ്മത്തുണ്ട്, അമ്പിയാക്കൾ മഅസൂമീങ്ങളാണ്. എന്നാ ഞങ്ങളുടെ ഷെയ്ഖുമാര് മഅസൂമീങ്ങളാന്ന് പറഞ്ഞാൽ ചിലപ്പോ ആളുകൾ ഒന്ന് ചിന്തിച്ചാലോ. അതുകൊണ്ട് ചിന്തയിൽ നിന്നൊന്ന് തെന്നി മാറിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പേര് കൊടുത്തു. അമ്പിയാക്കൾക്ക് ഇസ്മത്തുണ്ട്, ഞങ്ങളെ ഷെയ്ഖുമാർക്ക് ഹിഫ്ള് ഉണ്ട്. എന്താ ഹിഫ്ള് എന്ന് പറഞ്ഞാൽ? ഇസ്മത്ത് തന്നെ. എന്താ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ? മഅസൂം തന്നെ. അപ്പൊ അക്ഷരാർത്ഥത്തിൽ അമ്പിയാക്കൾ തെറ്റില്ലാത്തവരാണ്, പാപ സുരക്ഷിതത്വമുള്ളവരായതുപോലെ ഞങ്ങളുടെ ശൈഖുമാരും പാപ സുരക്ഷിതത്വമുള്ള ആളുകളാണ് എന്നാണ് അവരവകാശപ്പെടുന്നത്. അതിലൂടെയും കുറെ ബിദ്അത്തുകൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിലക്ക് ധാരാളം ബിദ്അത്തുകൾ ആ നിലക്കും അവരുണ്ടാക്കിയിട്ടുണ്ട്. എമ്പാടും ഉദാഹരണങ്ങളുണ്ട്. പിന്നെ അവരുടെ ഒരു പ്രത്യേകമായ സ്രോതസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശൈഖുമാര് ഇടക്കിടക്ക് മേറാജ് പോകും. ഇവരെ ശൈഖുമാര് ഇടക്കിടക്ക് മേറാജ്. അതെങ്ങനെ മേറാജ്? ശരീരം പടണ്ടല്ലോ, അത് അവർ റൂഹിയായ മേറാജ് എന്നാ അതിന് പറയാ. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അതൊക്കെ അത് മനസ്സിലാകണമെങ്കിൽ അങ്ങോട്ട് വരും, ഞങ്ങളെ ശൈഖിനെ ബയ്യത്ത് എന്ന് പറയുന്നത്. ഇത് ഇടക്കിടക്ക് ഇങ്ങനെ പറയും തരീഖത്തുകാർ. നിങ്ങൾ സംസാരിച്ചു നോക്കൂ, ഇടക്കിടക്ക് ഇങ്ങനെ പറയും. നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ വെറും ശരീഅത്തിന്റെ പുറന്തോട് മാത്രം രുചിച്ചവരാണ്. അകക്കാൻ പറയാൻ തരീഖത്തിൽ വരണം. അതിന് നിങ്ങൾ വരൂ, നിങ്ങളൊന്ന് വന്നു നോക്കൂ എന്നാണ് പറയുക. അങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, എത്രമാത്രം
എത്രമാത്രം ഈ മനുഷ്യന്മാർ അധപ്പതിച്ചു പോയി. അള്ളാഹുവുമായിട്ട് ഇവര് മേറാജിന് പോയിട്ട് നേരിട്ട് സംഭാഷണം നടത്തുന്നുണ്ട്. മാത്രല്ല മലക്കുകളുമായിട്ട് സംഭാഷണം നടത്തും, പ്രവാചകന്മാരുമായി സംഭാഷണം നടത്തും. മാത്രല്ല നേരിട്ട് അള്ള പറഞ്ഞിട്ട് അവർ കിതാബ് രചിക്കുന്ന ആ കൂട്ടത്തിൽ നിങ്ങളെ കാണിക്കാം. അള്ള പറഞ്ഞിട്ട് രചിക്കാൻ പറഞ്ഞൊരു കിതാബ് അൽ ഇൻസാനുൽ കാമിൽ എന്നാണ് ഈ കിതാബിന്റെ പേര്. അൽ ഇൻസാനുൽ കാമിൽ. ഇതാരാ എഴുതിയത്? ഒരു സൂഫി അബ്ദുൽ കരീമുൽ ജിയലി എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ ഇൻസാനുൽ കാമിൽ ഫീ മഅരിഫത്തിൽ അവാഖിരി വൽ അവായിലി എന്ന ഈ പുസ്തകം. സഹോദരന്മാരെ, കുഫറിന്റെ കേദാരമാണ് ഈ ഗ്രന്ഥം. കുഫറിന്റെ കേദാരമാണ് ഈ ഗ്രന്ഥം. വസ്തുനിഷ്ഠമായി നമ്മൾ മനസ്സിലാക്കണം എത്ര ഗൗരവമാണ്. അതങ്ങ് ഈജിപ്തിലോ ഇറാഖിലോ ഒക്കെ ആയിരിക്കില്ലേ മൗലവി? നിങ്ങൾ എന്തിനാണ് ഒരു മലയാളി സദസ്സിൽ ഒരു ഇൻസാനുൽ കാമിലിനെ പറ്റി ഇത്ര ഗൗരവത്തോടുകൂടെ പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ഇതാ ഈ കാണുന്നത് അതിന്റെ തർജമയാണ്. ഈ കാണുന്നതിന്റെ തർജമയാണ്. ഇതതിന്റെ മൂന്നാം വാള്യം മാത്രമാണ്. ഇതുപോലെയുള്ള 3 പുസ്തകങ്ങളാണ് അൽ ഇൻസാനുൽ കാമിൽ, ഷെയ്ഖ് അബ്ദുൽ കരീം ജിയലിയുടെ സമ്പൂർണ്ണ മനുഷ്യൻ, ആത്മരഹസ്യങ്ങൾ. ഇത് കേരളത്തിൽ എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് നിങ്ങൾ അറിയണം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എത്രമാത്രം തരീക്കത്തുകൾക്ക് വേരോട്ടമുണ്ടാക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉത്തമമായ ഉദാഹരണങ്ങളാണ്. ഇത് പ്രസിദ്ധീകരിച്ചത് ലുക്മാനിയ ബുക്ക് സെന്റർ ആണ്. എവിടെ? പോസ്റ്റ് മരുതയൂർ, കവല, പാവറട്ടി, തൃശൂർ ജില്ല. തൃശൂർ ജില്ലയിലെ പാവറട്ടിയിലെ പ്രസിൽ നിന്ന് അടിച്ച് ആയിരക്കണക്കിന് കോപ്പികൾ മുസ്ലിം കൈരളിയുടെ മുസ്ലിമീങ്ങളുടെ മനസ്സുകളെ, ഈമാനുകളെ മലീമസമാക്കുവാൻ വേണ്ടി, അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ, ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് അകറ്റിയിട്ട് ശൈഖുമാരുടെ കാൽപാദങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുവാൻ വേണ്ടി ഉറച്ചുറച്ചുകൊണ്ട് എഴുതിവിട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ആത്മരഹസ്യങ്ങൾ എന്ന് പറയുന്ന ഷിർക്കിന്റെയും കുഫറിന്റെയും ഈ വരികൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താ ഇതിന്റെ അവകാശവാദം എന്നറിയോ? അള്ള പറഞ്ഞതാണ് പോലും. ഇങ്ങനൊരു ഗ്രന്ഥം രചിക്കൂ ജിയലി അൽ ഇൻസാനുൽ കാമിൽ. അള്ളാന്റെ നിർദ്ദേശപ്രകാരം ഇറക്കിയൊരു കിതാബ് പിന്നെ എങ്ങനെ ഉണ്ടാകും? വളരെ നന്നായിരിക്കുമല്ലോ. ഞാൻ അതിന്റെ ചില ഭാഗങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഇബ്നു അറബി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ട്. ഇബ്നു അറബി, മുഹയ്യിദ്ദീൻ ഇബ്നു അറബി എന്നാണ് അയാൾ സൂഫി ലോകത്ത് അറിയപ്പെടുന്നത്. അയാൾ തനിച്ച സിന്ദീഖാണ്, അയാൾ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് മുസ്ലിം ലോകത്തുള്ള ആധുനികരും പൂർവീകരുമായ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. അയാൾക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അയാൾ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഫുസൂസുൽ ഹിക്കം. ആ ഗ്രന്ഥം പരിശോധിച്ചു നോക്കിയാൽ, ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഫിർഔൻ നമ്പർ 1 മുഅ്മിനാണ്. മനസ്സിലാക്കണം, ഇബ്ലീസ് നമ്പർ 1 മുഅ്മിനാണ്. മുഅ്മിനല്ലാത്തവരായി ലോകത്ത് ആരുമില്ല. നിങ്ങൾക്കറിയാമോ, ഒരുത്തൻ ഈ രൂപത്തിലുള്ള തരീഖത്തിന്റെ ഒരു പ്രചാരകനായ മനുഷ്യനെ പറ്റി ഒരു കഥയുണ്ട്. അയാൾ ഒരു സ്ഥലത്ത് ജുമാ ഖുത്ബക്ക് വരുന്നു. മിമ്പറിൽ കയറിയിട്ട് അയാൾ തുടക്കത്തിൽ പറയുന്നത് എന്താണെന്നോ? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം. മഅദല്ലാഹ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്താ ഈ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു, നിങ്ങൾക്ക് ഇബ്ലീസ് അല്ലാതെ ഒരു ഇലാഹില്ല അലൈഹി സ്വലാത്തു വസ്സലാം, അവൻ അള്ളാന്റെ രക്ഷയും സമാധാനമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന, അങ്ങനെ മിമ്പറിൽ എന്ന് പറഞ്ഞു. ആളുകളൊക്കെ വാളൂരി എന്നാ പറയുന്നത്. വാളൂരിയപ്പോ ഇയാളും വാളൂരി എന്നാ പറയുന്നത്. അതൊക്കെ നമ്മുടെ നാട്ടിലെ തരീഖത്തിന്റെ താങ്ങികൾ അതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് പല രൂപത്തിലും അതിന്റെ പ്രചാരകരായിട്ട് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളൊക്കെ ഗുരുതരമാണ് സഹോദരന്മാരെ. ഓരോരുത്തരെ ചാക്കിട്ട് വല വീശിയിട്ട് ഓരോരുത്തരെ ഇവരുടേതായ കേന്ദ്രങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് മനസ്സ് മരയിപ്പിക്കുകയാണ്. തൗഹീദ് മനസ്സിലായ മനുഷ്യനോട് പറയുന്നു, നിങ്ങളിപ്പോൾ ശിർക്കിലാണ്, നിങ്ങളുടെ തൗഹീദ് ശരിയല്ല. കാരണം എന്താണ്? അള്ളാഹിനെ പറ്റി നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഇവിടെ ഈ കാണുന്നത് മുഴുവനും അള്ളയാണെന്ന ആ തലത്തിലേക്ക് ഉയരണം പോലും. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാനുള്ള ആരാധ്യൻ അള്ളയല്ലാതെ ഇല്ല എന്ന ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന വ്യാഖ്യാനം കേവല ശരീഅത്തുകാരുടെ വ്യാഖ്യാനമാണ്. നമ്മുടെ വ്യാഖ്യാനം അതല്ല. പദവി ഒന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ്? ലാ മൗജൂദ ഇല്ലല്ലാഹ്, കാണുന്നത് മുഴുവൻ അള്ളയാണ്.
എല്ലാം അള്ളയാണ്, കാണുന്നതെല്ലാം അല്ല. ഇവിടെ ഈ കാണുന്നത് മുഴുവനും അള്ളയാണ്. അതുകൊണ്ടാണ് ആ മർത്തബയിലേക്ക് എത്തിയപ്പോൾ ഒരു ശൈഖത മറ്റൊരു ശൈഖിനെ പറ്റി അയാൾ റൊട്ടി തിന്നുന്നത് കണ്ടപ്പോൾ ഇയാൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ വിളിച്ചു പറയുകയാണ്, ഇലാഹുൻ യഅ്കുലു ഇലാഹൻ ആഖറ, ഇലാഹദ മറ്റൊരു ഇലാഹിനെ തിന്നുന്നു. കാരണം എന്താ? തിന്നുന്നവനും ഇലാഹാണ്, തിന്നപ്പെടുന്ന റൊട്ടിയും ഇലാഹാണ്, എല്ലാം ഇലാഹാണ്. വമൽ കൽബു വൽ ഖിൻസീറു ഇല്ലാ ഇലാഹുനാ. പറയാൻ പോലും ഭയം തോന്നുന്നു. നായും പന്നിയൊക്കെ നമ്മുടെ ഇലാഹല്ലാതെ വേറൊന്നുമല്ല. ഈ കാണുന്നതൊക്കെ യാതൊന്നു കാണുവത് നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവത് നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവത് നാരായണായ നമ. അദ്വൈതം, ദ്വൈതമില്ല, രണ്ടില്ല, ഒന്നേയുള്ളൂ. കാണുന്നതെല്ലാം ഒന്ന്, എല്ലാം ഒന്ന്, മറ്റുള്ളതൊക്കെ മിഥ്യയാണ്, മായയാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഏറ്റവും അപകടകരമായ ഒരു ദിക്റാണത്. പണ്ടൊക്കെ ആളുകൾ പാട്ടുപാടിയിരുന്നു ലാ മൗജൂദ ഇല്ലല്ലാഹ്, അതൊക്കെ അറിയാതെ പാടിയതാ. പക്ഷേ ലാ മൗജൂദ ഇല്ലല്ലാഹ് ഏറ്റവും അപകടകരമായ വാദമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അങ്ങനെ ഒരു വ്യാഖ്യാനമില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഇവരുടെ സ്രോതസ്സുകളാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ മേറാജിന് പോയിട്ട് അള്ളാനെ കണ്ടിട്ട് പോലെ കിട്ടുന്നുണ്ട്, പ്രവാചകന്മാരെ സംവദിച്ചിട്ട് കിട്ടുന്നുണ്ട്, ഖിളിർ നബി നേരിട്ട് കൊണ്ടുവന്നു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടും തീർന്നില്ല തരീഖത്തുകാരുടെ വിജ്ഞാന സ്രോതസ്സുകൾ ഖബറിൽ നിന്നും കിട്ടും, ഖബറിൽ നിന്നും കിട്ടും. അങ്ങനെ ഖബറിൽ നിന്ന് ഖിളിർ നബി അലൈഹിസ്സലാം പോലും അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിൽ വന്നിട്ട് ഹനഫി മദ്ഹബ് പഠിച്ചു പോയിരുന്നു എന്നാണ് നമ്മുടെ കേരളത്തിലെ തരീഖത്തിന്റെ പ്രചാരകന്മാര് പറയുന്നത്. അബൂ ഹനീഫ ഇമാമിന്റെ ഖബറില് ഖിളിർ നബി പോലും വരുന്നു. എന്തിന്? ഫിഖ്ഹ് പഠിക്കാനേ. ഹനഫി മദ്ഹബ് എന്താന്ന് പഠിക്കാൻ ഖബറിൽ വരുന്നു. കാരണം എന്താ? ഇവരുടെ വിശ്വാസമനുസരിച്ച് ഖബറിൽ നിന്ന് പുറത്തു വരും, പഠിപ്പിച്ചു കൊടുക്കും. അള്ളാഹുവിന്റെ റസൂല് വരെ ഖബറിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നേരിട്ട് പല കാര്യങ്ങളും ഇവർ ചോദിച്ചറിയുന്നു. ഇങ്ങനെ ഏറ്റവും അടിവേര് തന്നെ പിഴച്ച ഒരു സിദ്ധാന്തത്തിലേക്കാണ് തരീഖത്തുകാർ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ദസൂഖി തരീഖത്തുകാർ ചൊല്ലുന്ന ചില ദിക്റുകൾ കാണാം. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ വലിയ ബഹുമാനത്തോടുകൂടെ ദസൂഖിക്കാർ അവകാശപ്പെടും, ഞങ്ങളുടെ ശൈഖിന്റെ ദസൂഖിയുടെ ഇബ്രാഹിം ദസൂഖിയുടെ ഖബർ ഒരു മുരീദ് സന്ദർശിച്ചപ്പോൾ ഖബറിൽ നിന്ന് ശൈഖ് അവറുകൾ പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും അനർഘമായ അമൂല്യമായ നിധിയാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് പാരായണം ചെയ്യാറുള്ളത്. അതുകൊണ്ടും തീർന്നില്ല സഹോദരങ്ങളെ, ഇവർക്ക് ദീന് കിട്ടുന്ന വേറെ ചില മാർഗങ്ങളുണ്ട്. അതെന്താണ്? വാറോല. വാറോലകൾ എഴുത്തുള്ളതോ ഇല്ലാത്തതോ പച്ചക്കളറിലുള്ളതോ അല്ലാത്തതോ ഒക്കെ കടലാസ് കഷ്ണം മാനത്ത് നിന്ന് വീഴുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഒരു മനുഷ്യൻ ഈ ശൈഖുമാരുടെ മുമ്പിൽ അടിമയായി കൊടുക്കണം? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതൊക്കെ വിശ്വസിക്കാൻ ആ കമ്പനിയിൽ കയറിയാൽ പിന്നെ പ്രയാസമല്ല നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വെള്ളിയാഴ്ചയുടെ 1000 സലാത്തിന്റെ പുണ്യം പറയാൻ ഇങ്ങനെ ചില കടലാസുകൾ അവർ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവര് വെള്ളിയാഴ്ച, നമുക്ക് ആർക്കും സംശയമല്ല സഹോദരന്മാരെ, ആരും തെറ്റിദ്ധരിക്കരുത്, വെള്ളിയാഴ്ച സലാത്തിന് പ്രത്യേക പുണ്യുണ്ട്. നമ്മളെല്ലാവരും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച രാവിൽ ആരെങ്കിലും 1000 തവണ സ്വലാത്ത് ചൊല്ലിയാൽ അവന് സ്വർഗം ഉറപ്പ് എന്ന് പറയാൻ നമുക്ക് പാടില്ല. കാരണം അതിന് നമുക്ക് പ്രമാണം വേണമല്ലോ. പ്രമാണങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരു വിശ്വാസം ഇതാ സൂഫികൾ പ്രചരിപ്പിക്കുന്നത് കാണാം. നിങ്ങൾ കേട്ടോളൂ. ഒരു ഊമക്കത്താണ് കിട്ടുന്നത്, തെളിവതാ ഞാൻ പറയുന്നത്. ദീന് കിട്ടുന്ന മാർഗങ്ങളാ പറയുന്നത്. ഒരു കഥയിൽ പറയുന്നു, ഖല്ലാദ് ബിൻ കസീർ എന്നൊരാൾ ആസന്ന മരണനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലയുടെ അടിയിൽ നിന്ന് ഒരു തുണ്ടം കടലാസ് കിട്ടി. ഒരാൾ മരണാസന്നനായി കിടക്കുകയാണ്. അപ്പൊ അയാളെ തലന്റെ അടിയിൽ നിന്ന് ഒരു തുണ്ടം കടലാസ് കിട്ടി. എന്താണ് ആ കടലാസിൽ എഴുതിയിരിക്കുന്നത്? ഖല്ലാദ് നരക ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഖല്ലാദിന് സ്വർഗണ്ട്, നരകല്ല എന്നാണ് ഈ കടലാസിലുള്ളത്. ഖല്ലാദിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ നരകമോചനത്തിന് കാരണം എന്തായിരുന്നു എന്ന് പലരും അദ്ദേഹത്തിന്റെ ഭാര്യയോട് പോയി ചോദിക്കുകയുണ്ടായി. നരകമോചനം വിശ്വാസികളുടെ എല്ലാം താല്പര്യമാണല്ലോ. ഭാര്യ പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും അദ്ദേഹം 1000 വട്ടം സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ. അപ്പൊ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും 1000 വട്ടം സ്വലാത്ത് ചൊല്ലുന്നവർക്ക് സ്വർഗം ഉറപ്പാണ്, നരകമില്ല എന്ന് പറയാൻ എന്താ തെളിവ്? ഒരാൾ മരണാസന്നനായിട്ടൊരു ശൈഖ് കിടക്കുമ്പോൾ അയാളെ തലേന്റെ അടിയിൽ ഒരു കത്ത്, പടച്ചോൻ കൊടുത്തയച്ച കത്താണേ, അള്ളാന്റെ അടുക്കന്ന് വന്ന കത്താണ്.
എന്നാണ് അവർ വിശ്വസിക്കുന്നത്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ കേട്ടോളൂ, ജാമിഉൽ കറാമാത്തിൽ ഔലിയ എന്ന് പറയുന്ന ഒരു ക്ഷുദ്രകൃതിയുണ്ട്. ധാരാളം സദസ്സിൽ പറയാൻ കൊള്ളാത്തത്ര വലിയ വലിയ ചില കറാമത്തുകളൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. ആ സമ്മിശ്രമായ ധാരാളക്കണക്കിന് എഴുതിവിട്ടിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം, സുന്നൂനിൽ മിസ്രി എന്ന് പറയുന്ന ഒരാള് പറയാണ്, റഅയ്തു ശാബ്ബൻ ഇൻദൽ കഅബ, ഞാനൊരു ചെറുപ്പക്കാരനെ കഅബന്റെ സമീപത്ത് കണ്ടു. അയാൾ കഅബത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് യുക്സിറുർ റുകൂഅ വസ്സുജൂദ, ധാരാളം സുജൂദും റുകൂഉം ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഇത്ര റുകൂഉം സുജൂദും ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇത്ര ഇബാദത്ത് എടുക്കുന്നത്? ഫഖാല, അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു പോലും, അൻതദിറുൽ ലിദിന മിൻ റബ്ബി ബിൽ ഇൻസിറാഫ്, അല്ലാഹ് എന്നോട് പിരിഞ്ഞു പോകാൻ പറയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അല്ലാഹ് എന്നോട് പറയണം പിരിഞ്ഞു പോകാൻ, അപ്പോഴേ ഞാൻ ഇബാദത്ത് നിർത്തി പിരിഞ്ഞു പോവുകയുള്ളൂ. ഇതങ്ങ് പറയേണ്ട താമസം. ഫസഖതത് അലൈഹി റുഖഅ, അപ്പോഴതാ ഒരു കടലാസ് കഷ്ണം മാനത്ത് നിന്ന് താഴോട്ട് വീഴുന്നു. എന്താണ് ആ കഷ്ണത്തിൽ എഴുതിയിരിക്കുന്നത്? മിനൽ അസീസിൽ ഗഫൂർ, ഫ്രം അസീസും ഗഫൂറുമായ അല്ലാഹ്. മിനൽ അസീസിൽ ഗഫൂർ ടു ആരിലേക്കാണ്? ഇലാ അബ്ദി അസ്സാദിഖ്, സത്യസന്ധനായ എന്റെ അടിമയിലേക്ക് അസീസും ഗഫൂറുമായ അല്ലാഹ് അറിയിക്കുന്നത്, ഇൻസരിഫ് മഗ്ഫൂറാ, പിരിഞ്ഞു പോയിക്കോ, നിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ, ഇവർക്ക് ഇങ്ങനെയൊക്കെ വിവരങ്ങൾ കിട്ടും. എന്തേ, ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി വായിക്കും, അല്ലാഹ് നേരിട്ട് ഇങ്ങോട്ട് കത്ത് താഴ്ത്ത് കിട്ടുകൊടുക്കും. ഈ നിലക്കൊക്കെ ഇങ്ങനെയൊക്കെ നേടിയെടുക്കുന്ന അറിവുകളാണ് ഇവരുടെ തരീഖത്തുകളുടെ ആധാരങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതൊക്കെ പുറത്തു പറയൂല. ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളൊന്ന് സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്കി. അതിന് അങ്ങേ തലക്കലൊന്നും എത്തിയിട്ട് അതിന്റെ ശരിയായ ഒരു മെമ്പർമാരാവാനുണ്ട്. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോ ഒന്ന് ആധ്യാത്മിക രഹസ്യങ്ങളുടെ ആ ഭണ്ഡാരത്തിന്റെ മണിച്ചപ്പ് തുറക്കുമ്പോ ഇതൊക്കെ തുറക്കും, ഇതൊക്കെ പറയും. പുറത്തേക്ക് അതൊന്നും പറയില്ല. ആദ്യം നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാന്റെ കൽപ്പന പ്രകാരം ഇറക്കിയിട്ടുള്ള കിതാബ്. ആ കിതാബിൽ പറയുന്നത് എന്താണ്? എന്തിനെ ആരാധിച്ചാലും അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. നമ്മൾ മനസ്സിലാക്കണം, എത്ര ഗുരുതരമാണ് സഹോദരന്മാരെ. എന്തിനെ ആരാധിച്ചാലും അള്ളാഹ്ക്കുള്ള ആരാധനയായിട്ടേ വരൂ എന്നാണ്. കാരണം ലോകത്ത് ആരെന്തിനെ ആരാധിച്ചിട്ടെന്താ? നക്ഷത്രത്തെ പൂജിക്കുന്നവരുണ്ട്, വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരുണ്ട്, കല്ലിനെ പൂജിക്കുന്നവരുണ്ട്, മനുഷ്യരെ പൂജിക്കുന്നവരുണ്ട്. എന്തിനെ പൂജിക്കുന്നവരാണെങ്കിലും കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട്, മൂർഖൻ പാമ്പ് വരെയുള്ള വസ്തുക്കളെ ആരാധിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് അതിന് ന്യായീകരണം പറയുന്നത് നോക്കൂ, അതിനാൽ അവർ ആരാധിക്കുന്നതും അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയുമല്ല. എന്തിനെ ആരാധിച്ചാലും അത് അല്ലാഹുവിനെ ആയേ വരൂ. ആരാധനക്കർഹൻ അവൻ മാത്രം. ഇതൊന്നും അറിയാതെ വിഗ്രഹങ്ങളെ ആരാധിച്ചാലും അത് അല്ലാഹുവിനുള്ള ആരാധന തന്നെ. അവരുടെ ഉദ്ദേശവും നിയ്യത്തും എന്തായാലും കുഴപ്പമില്ല, ആരാധന അല്ലാഹുവിന് തന്നെയായേ വരൂ. നോക്കൂ നിങ്ങൾ, എന്തിനെ ആരാധിച്ചാലും ആരാധന അല്ലാഹ്ക്കായേ വരുമെന്ന് ഈ പുസ്തകത്തിന്റെ മൊഴിമാറ്റം നടത്തിയപ്പോ ഈ പുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. വായിക്കുകയാണെങ്കിൽ ഇതിലെ പേജുകളിൽ എമ്പാടും വിഷങ്ങളാണ്. ഇതാണ് ഇവർക്ക് കിട്ടുന്ന വിജ്ഞാനങ്ങളുടെ പോരിശയും അതുമായി അതിൽ നിന്ന് നിർഗളിക്കുന്ന വിജ്ഞാനങ്ങളൊക്കെ എങ്ങനെയാണ്? അള്ളാഹിനെ പറ്റിയുള്ള ധാരണ അങ്ങനെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വികലമായ വിശ്വാസങ്ങളാണ് തരീഖത്തുകാര് വെച്ച് പുലർത്തുന്നത്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവല്ല, അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്ത ഒരു സൂഫി പാർലമെന്റ് ആണ്. ലോകം ഭരിക്കുന്നത് സൂഫി പാർലമെന്റ് ആണ്. ആ പാർലമെന്റിലെ ക്യാബിനറ്റിലെ അംഗങ്ങൾക്ക് വ്യത്യസ്ത പേരുകളുണ്ട് തരീഖത്തുകാരുടെ നിഘണ്ടുവിൽ. അത് ഗൗസുൽ ആലം എന്ന പേരുണ്ട്, ഖുതുബുൽ അഖ്താബ് എന്ന പേരുണ്ട്, അബ്ദാലുകൾ എന്ന പേരുണ്ട്, നുഖബാവുകൾ, നുജബാവുകൾ, ഔതാദുകൾ. ഇതൊക്കെ സ്പെഷ്യൽ ചില പേരുകളാണ്. അല്ലാഹ് പഠിപ്പിച്ചതല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. ഇവരുടേതായ ചില സാങ്കേതികമായ പ്രയോഗങ്ങളാണത്. എന്നിട്ടോ ഇവര് ഓരോ ദിവസവും ഭൂമിയുടെ വിവിധ കോണുകളിൽ കോൺഫറൻസ് കൂടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം എത്ര തരീഖത്ത് എത്ര അപകടത്തിലാണ്. നിങ്ങൾ ചിന്തിക്കൂ,
ഓരോ ദിവസത്തിലും ലോകത്തിന്റെ ഓരോ കോണുകളിൽ ഈ ഔലിയാക്കന്മാരുടെ 300 ചില്ലാനം വരുന്ന ക്യാബിനറ്റ് അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഔലിയാക്കന്മാരുടെ തരീഖത്തിന്റെ മശായിഖന്മാരുടെ കോൺഫറൻസ് നടക്കുന്നുണ്ട്. ആ കോൺഫറൻസിലാണ് ആരെയൊക്കെ സഹായിക്കണം, ആരെയൊക്കെ മരിപ്പിക്കണം, ആർക്കൊക്കെ സാമ്പത്തിക മാന്ദ്യം വേണം, ആർക്കൊക്കെ മാന്ദ്യം വേണ്ട എന്നടക്കമുള്ള ഓരോ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത്. ലോകത്തിന്റെ ഓരോ കാര്യങ്ങളും ആ അച്ചുതണ്ടിലാണ് കറങ്ങുന്നത്. കുത്തുബ് എന്ന് പറഞ്ഞാൽ തന്നെ അച്ചുതണ്ടാണ്. കുത്തുബുൽ അഖ്താബാകുമ്പോ അച്ചുതണ്ടുകളുടെ അച്ചുതണ്ടായി. അതിന്റെയൊക്കെ ടോപ്പായിട്ട് ഗൗസുണ്ട്, ഗൗസുൽ അഅ്ളമുണ്ട്. അതാണ് മുഹീദ്ദീൻ ശൈഖ്. അങ്ങനെയുള്ള ആളുകളുടെ ആ സൂഫി പാർലമെന്റ് നടക്കുന്ന ഓരോ ദിവസവും നമുക്ക് എന്തെങ്കിലും ആവശ്യം കിട്ടണമെങ്കിൽ അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കോ നിങ്ങൾക്കോ ഒരു ആവശ്യം നേടണമെന്നുണ്ടെങ്കിൽ ഇവർ ഇറക്കിയിട്ടുള്ള തരീഖത്തുകാരുടെ പ്രചാരകന്മാർ ഇറക്കിയിട്ടുള്ള മാസികകളിലും വാരികകളിലും ഒക്കെ തന്നെ അവർ ചില പ്രത്യേകമായ ജദ്വലുകൾ, ചില പട്ടികകൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഓരോ ഡേറ്റും നോക്കിയിട്ട് 20-ാം തീയതി ലോകത്തിന്റെ ഏത് മൂലയിലാണ് മശായിഖന്മാരുടെ കോൺഫറൻസ് ഉള്ളത് എന്ന് ആ പട്ടിക നോക്കിയാൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം കണ്ടുപിടിക്കാം. ഓരോ ഡേറ്റിനും അവരുടെ കോൺഫറൻസ് വൈവിധ്യമാർന്ന സ്ഥലങ്ങളിലാണ്. എന്നിട്ട് എന്ത് വേണം? നിങ്ങൾക്ക് വല്ല ആവശ്യവും നേടാനുണ്ടെങ്കിൽ നിങ്ങൾ പ്രഭാതം സുബഹിയാകുന്നതിന്റെ മുമ്പേ എഴുന്നേറ്റ് ഉളുവെടുത്ത് ഇവരുടെ കോൺഫറൻസ് ഇന്നത്തെ ദിവസം എവിടെയാണെന്ന് നോക്കി മനസ്സിലാക്കി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവരോട് സലാം പറഞ്ഞിട്ട് തുടങ്ങണം. അസ്സലാമു അലൈക്കും യാ റിജാലൽ ഗൈബ്. ഓ അദൃശ്യ പുരുഷന്മാരെ. അത് അവരുടെ ഒരു പ്രത്യേക ഒരു പ്രയോഗമാണ്. റിജാലുൽ ഗൈബ് എന്നാണ് ഈ ക്യാബിനറ്റ് വകുപ്പിന് മൊത്തത്തിൽ അറിയപ്പെടുക. റിജാലുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യ പുരുഷന്മാർ. അവിടെ തന്നെ വ്യാഖ്യാനം അവർ തന്നെ പറയുന്നുണ്ട്. അദൃശ്യ പുരുഷന്മാരെന്നുള്ളത് കൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, പെണ്ണുങ്ങൾക്ക് ദേഷ്യമൊന്നും പിടിക്കണ്ട, നിങ്ങൾ ആൾക്കാരുണ്ട് അതിന് മെമ്പർമാർ എന്നാ പറയുന്നത്. റിജാലുൽ ഗൈബ് മാത്രമല്ല, നിസാഉൽ ഗൈബ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അധികവും പെണ്ണുങ്ങൾ ആണുങ്ങളായതുകൊണ്ട് റിജാലുൽ ഗൈബ് എന്നറിയപ്പെട്ടു എന്നേ ഉള്ളൂ. അങ്ങനെ അവരോട് തിരിഞ്ഞ് നമ്മുടെ സങ്കടങ്ങൾ, കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യം അങ്ങ് സാധിപ്പിച്ച് കിട്ടുന്നതാണ് നിഷ്പ്രയാസം. ഇതൊക്കെ തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ അന്ത്യം മോശമായിരിക്കും എന്നുകൂടി നമ്മുടെ നാട്ടിലെ തരീഖത്തുകളുടെ ഒക്കെ പ്രചാരകന്മാരായ, ചിലപ്പോ ഗ്രൂപ്പ് കളിക്കുമ്പോ തരീഖത്തിനെ എതിർക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ റിസാല എന്ന് പറയുന്ന വാരികയിൽ വളരെ കൃത്യമായി ഈ കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്തിന്റെ പട്ടികയും ഓരോ ഡേറ്റിനും ഏത് ഭാഗത്താണ് ഈ കോൺഫറൻസ് എന്നും അവരെ വിളിക്കേണ്ട രൂപവുമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെയെങ്കിലും പേരിൽ തെളിവില്ലാതെ ആരോപണം പറയുന്നതല്ല എന്നെന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അക്കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതൊക്കെ അന്ധമായിട്ട് അനുകരിക്കലാണ് ആരുടെ പണി? മുരീദിന്റെ പണി. ഈ തരീഖത്തിൽ 2 ആളുകളാണ് ഉള്ളത്. സാധാരണ നമ്മൾ കോൺട്രാക്ട് എഴുതുമ്പോൾ എഴുതുന്നുണ്ടല്ലോ, തർഫുൽ അവ്വൽ അത്തർഫുസ് സാനി, ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടി. ആരാണ് തർഫുൽ അവ്വൽ? ഷെയ്ഖ്. സെക്കൻഡ് പാർട്ടി ആരാ? മുരീദ്. എന്താ സെക്കൻഡ് പാർട്ടിയുടെ ഡ്യൂട്ടി? മുരീദ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ മനസ്സിലാക്കണ്ട. അതൊരു പ്രയോഗം. എന്താ മുരീദ്? മുരീദ് എന്ന് പറഞ്ഞാൽ അർത്ഥം അറാദ യുരീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശിച്ചുതാ. മുരീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശിക്കുന്നവൻ, ലക്ഷ്യം വെക്കുന്നവൻ. മുരീദ് ഇവിടെ തരീഖത്തിൽ മുരീദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഷെയ്ഖിനെ ലക്ഷ്യം വെക്കുന്നവൻ, അള്ളാഹനെ ലക്ഷ്യം വെക്കുന്നത്. കാരണം ഷെയ്ഖിനെ അങ്ങനെ മനസ്സിൽ ധ്യാനിക്കണം എന്ന തരീഖത്തിലാണ് ബയ്യത്ത് ചെയ്ത. അള്ളാഹ് അതൊക്കെ വിശദീകരിക്കാൻ ഒരു പാടുണ്ട്. ബയ്യത്ത് ചെയ്യുന്ന രൂപമൊക്കെ ഉണ്ട്. ഷെയ്ഖിന്റെ അടുത്ത് ഇങ്ങനെ ഭവ്യതയോടെ ഇരുന്ന് കൈ പിടിച്ച് അതൊരു പ്രത്യേകമായ നിലക്കൊരു ദിക്ർ ചൊല്ലിക്കൊടുക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ചൊല്ലിക്കൊടുക്കുമ്പോ ലാ ഇലാഹക്ക് എവിടുന്ന് എടുക്കണം എന്നൊക്കെ ഞാൻ ഇപ്പൊ പറയണില്ല. ശരീരത്തിന്റെ ഇന്ന ഭാഗത്ത് നിന്നാണ് തുടങ്ങണം. അവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്നിങ്ങനെ നെഞ്ചിലൂടെ അങ്ങനെ വന്ന് വലത്തോട്ട് ഇങ്ങനെ പോയി ഇടത്തോട്ട് ഇങ്ങനെ ചാഞ്ഞ് പിന്നെ ഇങ്ങനെ മധ്യത്തിൽ വന്നിട്ട് ഒരു ഇല്ലല്ലാഹ് അവസാനിപ്പിക്കലുണ്ട്. അതൊന്നും ഇവിടുന്ന് പറയാൻ കഴിയൂല. അത്ര വളരെ ഗൂഢമായ നിലക്കാ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാന്റെ റസൂല് ഒരു സ്വഹാബിക്ക് ഉത്തരം ഇടങ്ങേറായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഒരു ദിക്റും അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇവര് ചൊല്ലുന്ന ദിക്റുകൾ ഉള്ള ദിക്റുകൾ തന്നെ വികലമാക്കി അവതരിപ്പിക്കും. ഇല്ലാത്ത ദിക്റുകൾ എമ്പാടും ഉണ്ടാക്കുകയും ചെയ്യും. എവിടുന്നാ കിട്ടിയത്? ഓരോ ശൈഖുമാർ അവരുടെ മുരീദന്മാർക്ക് കുറെ ദിക്റുകൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. അതങ്ങനെ ദായിമാക്കിക്കൊള്ളണം, അതങ്ങനെ ചൊല്ലിക്കൊള്ളണം. അപ്പൊ ഷാദുലിക്കാര് കുറെ ദിക്ർ ചൊല്ലും, ദസൂഖിക്കാര് കുറെ ദിക്ർ ചൊല്ലും, ഖാദിരി തരീഖത്തുകാര് വേറെ കുറെ ദിക്ർ, റിഫായി തരീഖത്തുകാര്, നഖ്ശബന്ദി, സുഹ്റവർദി, ചോറ്റൂര് തരീഖത്ത്, കൊരൂര് തരീഖത്ത്, വേങ്ങാട്ട ശൈഖിന്റെ ആളുകൾ, ആലുംതറ ആളുകൾ, കക്കാടിന്റെ തരീഖത്ത്, മഴതരിയുടെ തരീഖത്ത്, ഇങ്ങനെ ഓരോരുത്തരുടെ തരീഖത്ത് എല്ലാവർക്കും ഉണ്ട് കുറെ ദിക്ർ ചെല്ലാൻ. എവിടുന്നാ അതൊക്കെ കിട്ടിയത്? അതൊക്കെ ഞങ്ങളുടെ ശൈഖിന് ഹോട്ട് ലൈൻ ഉണ്ട് എന്നാണ്. ഹോട്ട് ലൈൻ ഉണ്ട്, കശ്ഫ് ഉണ്ട്, അതുപോലെ തന്നെ ഇൽഹാമുകളുണ്ട്, മനാമുകളുണ്ട്,
പോകുന്നുണ്ട്, മേറാജ് പോകുന്നുണ്ട്, ചിലപ്പോ ഖബറിന്ന് നേരിട്ട് കിട്ടുന്നുണ്ട്. ഖിദർ നബി ഇടക്കിടക്ക് വരുന്നുണ്ട്. അള്ളാന്റെ റസൂലോ പറയും വേണ്ട, ഇടക്കിടക്ക് ചിലപ്പോ വരുന്നുണ്ട്, സ്വപ്നത്തിലും വരുന്നുണ്ട്. അമ്പിയാക്കളൊക്കെ മേറാജ് ആത്മീയ ലോകത്ത് പോകുമ്പോ കാണുന്നുണ്ട്. മാത്രല്ല ചിലപ്പോ ഞങ്ങൾ ലൗഹുൽ മഹ്ഫൂദിലൊക്കെ ഇങ്ങനെ നോക്കും, അതിലൊക്കെ തിരുത്തിപ്പിക്കും. ചിലപ്പോ ഒരു ഷെയ്ഖ് വേറൊരു മുരീദിനെ സംബന്ധിച്ച് എന്തോ തകരാറ് കണ്ടപ്പോ തലപ്പാവാണ്ട് എറിഞ്ഞു എന്നാണ് മാനത്തേക്ക്. എന്തിനാ എറിഞ്ഞതെന്ന് ചോദിച്ചു. സഹോദരങ്ങളെ, ഒരു ഷെയ്ഖ് അദ്ദേഹത്തിന്റെ തലപ്പാവ് മുകളിലേക്ക് എറിഞ്ഞപ്പോ അതിന് വ്യാഖ്യാനം പറഞ്ഞത് അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ എന്തോന്ന് എഴുതിയിട്ടുണ്ട്, അത് മായ്ച്ചു കളയാനാണ്. അങ്ങനെ തലപ്പാവ് കൊണ്ട് മായ്ച്ചു കളയുന്ന ആളുകളെ പോലും സൂഫികളുടെ ലോകം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനേക്കാൾ ഗുരുതരമായ ഒട്ടേറെ സംഗതികൾ സൂഫികളുടെ ലോകം പരിചയപ്പെടുത്തുന്നുണ്ട്. പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഏകദേശ ചിത്രം കിട്ടണമെങ്കിൽ പോലും മണിക്കൂറുകൾ ആവശ്യമായ വിശാലമായ ഒരു വിഷയമാണിത്. എങ്കിലും ഒരു ഏകദേശ ചിത്രം പറയാൻ നമുക്ക് കഴിയുമോ എന്നതാണ് സംശയം. നിങ്ങൾ നോക്കൂ, ഇനി അങ്ങോട്ട് കടന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താ മുരീദ്? മുരീദ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരെയാ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു സംശയമൊന്നും വേണ്ട. പണ്ട് കാലം മുതലേ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു ജവാബുണ്ട്. ജവാബ് എന്ന് പറഞ്ഞാൽ ചില മൗലൂദ് ചെല്ലുമ്പോ കേൾവിക്കാരായ ആളുകൾ ഇങ്ങനെ ഏറ്റു ചെല്ലുന്ന വരികൾക്ക് ആ ജവാബ് എന്ന് പറയാം. അതിൽ മുഹീദ്ദീൻ മൗലൂദൊക്കെ ചെല്ലുമ്പോ മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ശൈഖ് മുഹീദ്ദീൻ മുറാദി, എന്റെ മുറാദേ എന്റെ മുറാദേ എന്റെ മുറാദേ. ആരാ എന്റെ മുറാദ്? മുഹീദ്ദീൻ ശൈഖ്. ഞാൻ ഉദ്ദേശിക്കുന്നത് മുഹീദ്ദീൻ ശൈഖിനെയാണ്. അങ്ങനെ ആ നിലക്ക് തരീക്കത്തിൽ ഒരാളാണ് ചേരുമ്പോ എന്ത് വേണം? തരീക്കത്തിന്റെ ശൈഖിന്റെ അടുക്കൽ ഇന്നും നടക്കുന്ന പരിപാടിയാണ്. തരീക്കത്തിന്റെ ശൈഖിന്റെ അടുക്കൽ പ്രത്യേക രൂപത്തിൽ ഇരുന്ന് ശൈഖ് ദിക്ർ, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലൊക്കെ ദിക്ർ ചൊല്ലിക്കൊടുത്ത് കൈ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശൈഖും മുരീദും തമ്മിൽ പിന്നെ ഒരു റാബിത്തുണ്ടായി എന്നാണ്. എന്താ റാബിത്തത്ത് എന്ന് പറഞ്ഞ ഒരു ബന്ധം, അതൊരു വലിയ ബന്ധം. അവിടെ മുതൽക്ക് പിന്നെ വലിയൊരു ബന്ധം അങ്ങോട്ട് ഉണ്ടാവുകയാണ്. എങ്ങനത്തെ ബന്ധം എന്നറിയോ? എങ്ങനത്തെ ബന്ധം? ഏത് സമയത്തും പിന്നെ ശൈഖിനെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിക്കണം. സാധാരണ ബിംബങ്ങളെ അമ്പലങ്ങളുടെ ശ്രീകോവിലുകളിലാണ് പ്രതിഷ്ഠിക്കാറുള്ളതെങ്കിൽ സൂഫി തരീക്കത്തുകൾ, അതിന്റെ മുരീദന്മാർ അവരുടെ ഹൃദയമാകുന്ന ശ്രീകോവിലുകളിൽ ശൈഖിനെ പ്രതിഷ്ഠിക്കണം. വളരെ കൃത്യമായ നിയമമാണത്. ആദാബുൽ മുരീദ് എന്ന് പറയുന്ന കിതാബുകളുണ്ട്, വായിക്കാൻ നേരമില്ല, ധാരാളം പറയാനുണ്ട്. ആദാബുൽ മുരീദ്, മുരീദുമാർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താ? വകുന്ന كالميت عند مغسل يقلبه ما شاء وهو مطاع فذو القل لا يرضى سواه وإن عن الحق نئي الليل عن واضح الفجر വകുന്നിന്ദഹു. ഓ മുരീദേ, നീ ശൈഖിന്റെ മുമ്പിലായിത്തീരണം. കൽ മയ്യിത്തി, മയ്യത്തിനെ പോലെ ആയിരിക്കണം. ഇന്ദ മുഗസ്സിലിൻ, മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ മുമ്പിൽ കടന്നു കൊടുക്കുന്നവർ മയ്യത്തിനെ പോലെ. യുഖല്ലിബുഹു മാ ശാഅ വഹുവ മുതാഉ, കുളിപ്പിക്കുന്നവൻ ചരിച്ചിട്ടാലും മറിച്ചിട്ടാലും മയ്യത്ത് പ്രതികരിക്കൂലല്ലോ. ശൈഖ് എന്ത് കൽപ്പിച്ചാലും എന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്ന ചിന്ത നിനക്കുണ്ടാകണം. എത്രത്തോളം? ഫദുൽ ഖിലി ലാ യർദാ സിവാഹു വ ഇന്ന അനിൽ ഹഖ്ഖി നഇയൽ ലൈലി അൻ വാദിഹിൽ ഫജ്രി. ഒരു ബുദ്ധിയുള്ള മുരീദ് ഒരിക്കലും തന്റെ ശൈഖിനെ അല്ലാതെ തൃപ്തിപ്പെടാൻ പാടില്ല. നോക്കണം നിങ്ങൾ, ഇവരുടെ ബ്രെയിൻ വാഷ് തുടങ്ങണം അവിടെ നിന്ന്. തന്റെ ശൈഖിനെ അല്ലാതെ തൃപ്തിപ്പെട്ടുകൂടാ. എത്രത്തോളം ആ ശൈഖ് അകന്നതായി കണ്ടാലും, മനസ്സിലാക്കണം നിങ്ങൾ, ആ ശൈഖ് അകന്നതായി കണ്ടാലും എന്തിൽ നിന്ന്? അനിൽ ഹഖ്ഖി, ഹഖ്ഖിൽ നിന്ന് ശൈഖ് ബഹുദൂരം അകലെയാണ്. ഏതുപോലെ? നഇയൽ ലൈലി അൻ വാളിഹിൽ ഫജ്രി, പകലും രാത്രിയും തമ്മിൽ എത്ര അകലെയാണ്, പ്രഭാതവും ഇരുട്ടും തമ്മിൽ എത്ര അകലെയാണ്. അതുപോലെ ഇയാളും ഹഖ്ഖിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെന്ന് കണ്ടാലും മുരീദെ എതിർത്തു പോകരുത്. എത്രത്തോളം? ത്വാഅത്തുൽ മുരീദിൽ ശൈഖിഹി, ശൈഖിനെ ഒരു മുരീദ് അനുസരിക്കണം. ഫൗഖ ത്വാഅത്തിഹി ലിറബ്ബിഹി, തന്റെ റബ്ബിനെ അനുസരിക്കുന്നതിലും ഉപരിയായാണ് ശൈഖിനെ അനുസരിക്കേണ്ടത് എന്നാണ്. ഇനിയും കേട്ടോളൂ, ആദാബുൽ മുരീദ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. വഅല്ലാ യുഖാലിഫ ശൈഖഹു, ഞാൻ ചുരുക്കി പറയുകയാണ്, ശൈഖിനോട് എതിര് കാണിക്കാൻ പാടില്ല. ഫീ കുല്ലി മാ യുശീറു അലൈഹി, ഏതൊരു കാര്യത്തിന് ശൈഖ് കൽപ്പിച്ചാലും എന്തിന് നിർദ്ദേശിച്ചാലും. കാരണം ലിയന്നൽ ഖിലാഫ ലിൽ മുരീദി, ഇതൊക്കെ എവിടെയാ നോക്കണം? ശൈഖിന്റെ ക്ലാസ്സിലേക്ക് അങ്ങ് ചെന്ന് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ചെപ്പ് തുറന്നിട്ട് മുരീദിന്റെ മുമ്പിൽ അങ്ങ് മലർക്കെ തുറക്കപ്പെടാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ അതാ കൈ കൊടുത്തിട്ട് ബയ്യത്ത് കൊടുത്തിട്ട് ആ പ്രത്യേകമായ ഒരു അനുഭൂതി അങ്ങ് നേടുന്നു എന്ന് പറയുന്ന സമയത്ത് പോലും
ശൈഖിൽ വല്ലതും കണ്ടാൽ എതിർത്ത് പോകരുത്. കാരണം ഒരു മുരീദിൽ തുടക്കത്തിൽ തന്നെ വല്ല എതിർപ്പും കണ്ടു കഴിഞ്ഞാൽ അത് ദലീലുൻ അലാ ജമീഇ ഉംരിഹി, അതവന്റെ ആയുഷ്കാലം മുഴുവനും പിന്നെ ശൈഖിനെതിരെ ചെയ്യും എന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ട് തുടക്കം മുതലേ സൂക്ഷിക്കണം. എന്ത് കണ്ടാലും വമിൻ ശുറൂതിഹി, മുരീദിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് അല്ലാ യകൂന ബിഖൽബിഹി ഇഅ്തിറാദുൻ അലാ ശൈഖിഹി, തന്റെ ശൈഖിനെതിരെ ഹൃദയത്തിൽ പോലും ഒന്ന് ചിന്തിക്കാൻ പാടില്ല. അത്രത്തോളം ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ. ഈ തരീഖത്തിൽ കുടുങ്ങിയ ചെറുപ്പക്കാരോട്, അല്ലാത്തവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, അതിന്റെ ആളുകളോട്. അവര് പറയും, നിങ്ങളൊന്ന് കേൾക്കൂ, എന്താണ് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് വരൂ എന്ന് പറഞ്ഞാൽ അവർ പറയും, വരില്ല, ഞങ്ങൾക്കിനി ഒന്നും കേൾക്കണ്ട. കാരണം മുരീദിന് കൊടുക്കുന്ന ആദ്യത്തെ ക്ലാസ് തന്നെ ഇനി ഒന്നും വേറെ കേൾക്കരുത്, ഇനിയൊന്നും വേറെ കാണരുത്, ഇനി നല്ല ശൈഖാണെങ്കിൽ പോലും വേറൊരു ശൈഖിലേക്ക് പോകരുത്, മറ്റൊരു ക്ലാസും കേൾക്കരുത്, ഞങ്ങൾ ഇവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നതല്ലാതെ ഒന്നും കേൾക്കരുത്. അതുകൊണ്ട് ഇനി അവർ സീഡികൾ കേൾക്കില്ല, പ്രസംഗങ്ങൾ കേൾക്കില്ല, ഒരു സദസ്സിലേക്കും വരില്ല, ഒന്നും അവര് വേറെ വായിക്കില്ല, ഒരിടത്തും അവര് പോകില്ല. ഏത് സമയത്തും അവരുടെ മനസ്സിൽ ശൈഖ് തന്നെയാണ്. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഒരവസ്ഥയിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ ശൈഖ് പറയുകയാണ്, നിന്റെ ആധാരം പണയം വെക്കണം എന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ മുരീദന്മാരതാ വീട് ഇരിക്കുന്ന ഭവനത്തിന്റെ പോലും ആധാരം ശൈഖുമാരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു കൊടുക്കുന്നു. ആലുവ യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന ഒരാളില്ലേ, യൂസുഫ് ഖാന്റെ ഒരു തരീഖത്തില്ലേ ആലുവയിൽ, അയാൾ എന്തേ ഇത്ര കോടികളുടെ സമ്പന്നനായത്? ഒരാസ്തിയുമില്ലാതെ ചാക്ക് കച്ചവടം നടത്തിയിട്ട് അതുപോലെ തന്നെ ബോംബെയിലെ തെരുവുകളിൽ ബാർവാലയായി ജീവിച്ചിരുന്ന ഒരു സുൽത്താൻ എന്ന് പേരുള്ള, അതല്ലെങ്കിൽ യൂസുഫ് കാക്ക എങ്ങനെയാണ് ആലുവ ശൈഖ് സുൽത്താനായത്? 200 കോടിയുടെ ആസ്തി ആൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? മുരീദന്മാര് കൊണ്ടുപോയി വെച്ചു കൊടുത്തതാണ്. മുരീദന്മാരുടെ ബ്രെയിൻ അത്രയും വാഷ് ചെയ്യപ്പെടുകയാണ്. ഇതൊരു ആലുവ തരീഖത്തിന്റെ മാത്രം കഥയാണെന്ന് വിചാരിക്കുന്നുവോ? സർവ്വ തരീഖത്തിന്റെയും ശൈഖുമാര് ചെയ്യുന്നത് മുരീദുമാരെ തങ്ങളുടെ അടിമകളാക്കി വെക്കുകയാണ്. ഭർത്താവിനോട് പറയുകയാണ്, നീ ആ പെണ്ണിനെ മൊഴി ചൊല്ലിയിട്ട് എനിക്ക് കെട്ടിച്ചു തരണം എന്ന് പറഞ്ഞാൽ അതിന് വഴങ്ങുന്ന മുരീദാണ്. എത്രത്തോളം സൂഫി കഥകൾ എത്രത്തോളം പ്രചരിപ്പിക്കുന്നുണ്ടെന്നോ, ശൈഖിന്റെ മുമ്പിൽ നീ എത്രത്തോളം താഴ്ന്നു കൊടുക്കണമെന്നോ ശൈഖ് നിന്നോട് പറയുകയാണ്. സ്വന്തം ബാപ്പാന്റെ തലയറുത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതിനും തയ്യാറായേ പറ്റൂ. അതിനും തയ്യാറായ കഥയും കൂടി പൊലിപ്പിച്ച് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾ അതും കൂടെ കേൾപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ തരീഖത്തിൽ മെമ്പർമാരായി പോയാൽ മനുഷ്യൻ എത്രത്തോളം അതപ്പതിച്ചു പോയി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമാണ്. കേട്ടോളൂ, എന്താ പറയുന്നതെന്നറിയോ? എല്ലാ തരീഖത്തിന്റെ കിതാബിലുണ്ട് ഈ കഥ. കാരണം അത് അത്രയും നമ്മൾ ശൈഖ് പറഞ്ഞാണ് കേട്ടോളെന്ന, എന്നിട്ട് അതിന്റെ രഹസ്യങ്ങളൊക്കെ പറയാണ്. കേട്ടോളൂ, ഒരു ശൈഖിന് സത്യസന്ധനായ ഒരു മുരീദ് ഉണ്ടായിരുന്നു, കഥ പറയാണ്. എന്നിട്ടോ ശൈഖിന്റെയും മുരീദിന്റെയും എന്താ കാര്യം? ഒരിക്കൽ ശൈഖ് മുരീദിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ശൈഖ് മുരീദിനോട് ചോദിക്കാണ്, എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതെ എന്റെ വന്യ ഗുരുവേ എന്ന് മുരീദ് പറഞ്ഞു. ഞാൻ നിന്റെ പിതാവിന്റെ തല വെട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു എന്നിരിക്കട്ടെ, എന്നാൽ നീ അനുസരിക്കുമോ? പിതാവിനെ വധിക്കുമോ? അപ്പൊ മുരീദ് പറഞ്ഞു, പിന്നെ ഞാൻ എങ്ങനെയാണ് അങ്ങയെ അനുസരിക്കാതിരിക്കുക? അയാൾ മറുപടി പറഞ്ഞു, അത് ഒരു രാത്രി സമയമായിരുന്നു. ഇത് കേൾക്കേണ്ട താമസം. ഉടനെ മുരീദ് ഒരു വാളും എടുത്തു പുറപ്പെട്ടു. തന്റെ വീട്ടിലെത്തി പിതാവും ഉമ്മയും ശയിക്കുന്ന മുറിക്കകത്ത് കടന്നു ചെന്നു. അവർ ഭോഗിക്കുകയായിരുന്നു. ഉടൻ പിതാവിന്റെ മേൽ കയറി അമർത്തി തലയറുത്തെടുത്തു. തൽക്ഷണം ശൈഖിന്റെ മുന്നിലെത്തി, ഹേ ഗുരു, ഇതാ പിതാവിന്റെ തല എന്ന് പറഞ്ഞു ശൈഖിന് സമ്മാനിച്ചു. എന്ത് കഷ്ടമാണ് നീ ചെയ്തത്? നീ നിന്റെ പിതാവിനെ കൊല്ലുകയോ? മഹാപാപം. ശൈഖ് പറഞ്ഞു, എന്തേ പോയി ചെയ്ത്? ഞാൻ പറയുമ്പോഴേക്കാണ് ചെയ്യണോ? ശൈഖ് ചോദിച്ചു എന്നാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് പ്രവർത്തിക്കാതെ മടിച്ചു നിൽക്കുകയോ? അതൊരിക്കലും ഉണ്ടാകയില്ല. അങ്ങനെയല്ലേ നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മുരീദ് ശൈഖിനോട് പറഞ്ഞു. മോനെ, ഞാൻ തമാശ പറഞ്ഞതായിരുന്നു. ഞാൻ നിന്റെ പിതാവിനെ കൊല്ലുവാൻ നിന്നോട് പറയുമോ? ശൈഖ് പറഞ്ഞു. അപ്പൊ മുരീദ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ തമാശയും കാര്യവും എല്ലാം എനിക്ക് കാര്യം തന്നെയാണ്. മുരീദ് പറഞ്ഞു. ഇനി ശൈഖ് പറഞ്ഞു, പിന്നെ ശൈഖ് പറ, ഇനിയിപ്പോ ഈ ഇങ്ങനെ ഒരു വേണ്ടാത്തരം ചെയ്തല്ലോ, ഇനി അതിന് വേറെ ഒരു അത്ഭുതത്തിലേക്ക്
തെറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഈ തെറ്റിനെ ന്യായീകരിക്കുകയാണ് ഇനി സൂഫികൾ ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, ഇനി കഥയുടെ അന്ത്യം എന്താണ്? അവസാനം ശൈഖ് പറഞ്ഞു, നീ നല്ലവണ്ണം ഒന്ന് നോക്കൂ, ഇത് നിന്റെ ഉപ്പാന്റെ തല തന്നെയാണോ അതോ മറ്റു വല്ലവരുടേതോ? മുരീദ് നല്ലവണ്ണം മുഖം പരിശോധിച്ചു. അപ്പോൾ അത് തന്റെ ഉപ്പയുടേതല്ലെന്ന് മനസ്സിലായി. പിന്നെ ആരുടേതാണ്? ശൈഖ് ആരാഞ്ഞു. അപ്പോൾ മുരീദ് പറഞ്ഞു, അത് വീട്ടിൽ വേലക്കാരനായി ജോലി നോക്കുന്ന ഒരു പച്ച കാഫറിന്റെ തലയാണ്. പിതാവ് വീട്ടിലില്ലാത്ത ഒരു ദിവസം അവസരം നോക്കി ഉമ്മയും വേലക്കാരനും കൂടി ശയിക്കാൻ തീരുമാനിച്ച രഹസ്യം ശൈഖ് മനസ്സിലാക്കുകയും വേലക്കാരന്റെ തലയെടുക്കുവാൻ വേണ്ടി മുരീദിന്റെ അനുസരണം പരിശോധിക്കുവാനെന്ന വ്യാജേന മുരീദിനെ അയക്കുകയുമാണത്രേ സംഭവിച്ചത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ നോക്കൂ ഇത് ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ മുരീദിന്റെ ഉമ്മാന്റെ വ്യഭിചാരിണിയാക്കണിനേക്കാണ് വലിയ കറാമത്തുള്ള ആളാണെങ്കിൽ ആ വേലക്കാരനെ പുറത്തിയടിച്ചിന് കറാമത്ത് ചെയ്താൽ മതിയെന്നില്ലേ, എന്നാ രക്ഷപ്പെടൂലേ? അപ്പൊ നോക്കൂ നിങ്ങൾ, എന്ത് തന്നെ പറഞ്ഞാലും വാപ്പന്റെ തലെടുക്കണം എന്നായിരുന്നു തയ്യാറ്. അതാ അന്നത്തെ ചില മുരീദുമാര് കേട്ടോ. ഞാൻ അതും പറഞ്ഞ അവസാനിപ്പിക്കുന്നത്, ഇന്ന് തരീഖത്തിൽ മെമ്പർമാരായിട്ടുള്ള ആളുകൾ ഒരു ഗുണ്ടാസംഘം തന്നെയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, ഇന്ന് നാട്ടിലുള്ള നിയമപാലകന്മാർക്ക് തലവേദനയാണ് തരീഖത്തുകാരുടെ കേന്ദ്രങ്ങൾ. എന്താ കാരണം? ഹൈദരാബാദിലേക്കും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും തരീഖത്തുകളുടേതായ കേന്ദ്രങ്ങളിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരെ ഖുർആൻ പഠിപ്പിക്കാൻ, ആധ്യാത്മിക രഹസ്യങ്ങളുടെ ചെപ്പ് തുറക്കാൻ എന്ന് പറഞ്ഞ് വശീകരിച്ചു കൊണ്ടുപോയിട്ട് പല തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്ന സബ് ഏജൻസി ആയിക്കൊണ്ടാണ് തരീഖത്തുകാരെന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വേണ്ടത് പണമാണ്, അവർക്ക് വേണ്ടത് സ്വാധീനമാണ്, അവർക്ക് വേണ്ടത് എന്തിനും പോന്ന കുറെ ഗുണ്ടകളാണ്. ആ നിലക്കുള്ള ഗുണ്ടായിസം വരെ ഇന്ന് സമൂഹത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നതിൽ വലിയ പങ്കാണെന്ന് ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തരീഖത്തുകൾ എന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ സഹോദരന്മാരെ, മുസ്ലിമീങ്ങളായ നമുക്ക് തരീഖത്തുണ്ടോ? ഉണ്ട്. അതേത് തരീഖത്താണ്? അതാരുടെ തരീഖത്താണ്? നാം തരീഖത്ത് വിരോധികളല്ല, നാം തരീഖത്തിന്റെ അനുകൂലികളാണ്. പക്ഷേ സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തുകാർ തരീഖത്തുഹും, അവരുടെ തരീഖത്ത് തരീഖത്തുർ റസൂലി വ അസ്ഹാബിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ തരീഖത്താണ്, അവിടുത്തെ സ്വഹാബത്ത് നീങ്ങിയ തരീഖത്താണ്. അതുപോലെ തന്നെ ദൂന സ്വഹാബിൽ ബിദഅ വൽ മുഹദസാത്ത്, നവീനവാദികളും പുത്തൻവാദികളും ഒക്കെ പടച്ചുണ്ടാക്കിയിട്ടുള്ള ചില പ്രത്യേകമായ ആശയങ്ങളുടെ കേദാരമാകുന്ന പിഴച്ച പ്രസ്ഥാനമാകുന്ന തരീഖത്തുകളല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തരീഖത്താണ്, സഹാബത്തിന്റെ തരീഖത്താണ് നമ്മുടെ തരീഖത്ത്. അതിനെ പിൻപറ്റിക്കോ. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതും, ഞാൻ പഠിപ്പിച്ചിരുന്ന റൂട്ട് അത് മാത്രമാണ് നേരായ റൂട്ട്, ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റണേ. വലാ തത്തബിഉസ് സുബുൽ, മറ്റു മാർഗങ്ങളെ പിൻപറ്റരുത് കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഓരോ മാർഗത്തിലേക്കും ക്ഷണിക്കാൻ ഓരോ ശൈത്താനുകളുണ്ട്. അതുകൊണ്ട് പൈശാചികമായ ദുർബോധനങ്ങൾ കിട്ടിയിട്ട് ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് അനിസ്ലാമികതകളും കുഫറുകളും ശിർക്കുകളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ മനുഷ്യന്റെ വിജ്ഞാനത്തിന് ആ നിലക്ക് കൊഴുപ്പ് കൂട്ടുന്നു എന്ന പേരിൽ, ഈമാനിന് ജ്വാല അതുപോലെ തന്നെ നല്ല തിളക്കം നൽകുന്നു എന്നതിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഗൂഢ പദ്ധതികളെയൊക്കെ മുസ്ലിമീങ്ങൾ തിരിച്ചറിയണേ എന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് പ്രത്യേകമായി എന്നോടും നിങ്ങളോട് എല്ലാവരോടും ഉണർത്തുകയാണ്. ചില സൂചനകളെ നൽകിയിട്ടുള്ളൂ. വിശാലമായ പഠനങ്ങൾ നിങ്ങൾ നടത്തണം, അന്വേഷിച്ചറിയണം. ഇതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിക്കണം. മലയാളത്തിലും സുലഭമാണ്. അങ്ങനെ നിങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ഇത് ഒരു കേവലം ഒരു ആത്മീയതയുടെ മാർഗത്തിലേക്കല്ല, മറിച്ച് കുഫറിലേക്കും ഷിർക്കിലേക്കും കൊണ്ടുപോകുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് വരെ റിക്രൂട്ട് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകമായ അനിസ്ലാമിക കൂട്ടായ്മയാണ് ഈ തരീഖത്തുകളെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നേരിന്റെ പാത അന്വേഷിച്ച് അതിൽ തന്നെ മുറുകെ പിടിച്ച് ജീവിക്കാൻ, അതിന് തൗഫീഖ് തരാൻ അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. റഹ്മുർ-റഹീമീനായ നാഥൻ നേരിന്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതാന്ത്യം വരെ പ്രവർത്തിക്കാനും ആ പാതയിൽ തന്നെ മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും
അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.